നമസ്തേ, പുത്തൻപുള്ളിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി. കൊല്ലവർഷം 1200 ആണ്ട് കർക്കടകം 2-ാം തീയതി അശ്വതി നക്ഷത്രം. 2025 ജൂലൈ 18 വെള്ളിയാഴ്ച. രാവിലെ 10:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് രാഹുകാലം. പുത്തൻപുള്ളിയിൽ നോക്കാം പ്രധാന വാർത്തകൾ. പതിമൂന്നുകാരന്റെ ദാരുണ മരണത്തിൽ തേങ്ങി നാട്. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് കണ്ണീർ പ്രണാമം. സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ അണപൊട്ടി പ്രതിഷേധം. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത ABVP വിവിധ യുവജന സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. ബാലാവകാശ കമ്മീഷൻ സ്കൂളിലെത്തും. പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. വിധവകളായ ഹിന്ദു സ്ത്രീകളെ, സാധാരണക്കാരായ ദരിദ്രരായ ഹിന്ദു സ്ത്രീകളെ, എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഇവിടേക്ക് എത്തിക്കുക, അവരെ പ്രണയം നടിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക, പിന്നീട് മതം മാറ്റുക. ഉത്തർപ്രദേശിലെ ചാങ്ങൂർ ബാബയുടെ മതപരിവർത്തന കേന്ദ്രം പൂർണ്ണമായി തകർത്ത് യോഗി ഭരണകൂടം. മതപരിവർത്തന കേന്ദ്രത്തിൽ കടന്നു ചെന്ന ജനം TV സംഘം ആയിരങ്ങളെ ചാങ്ങൂർ ബാവ ഇസ്ലാംവൽക്കരിച്ചത് ആഡംബര സൗധവും മദ്രസയും കേന്ദ്രീകരിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാൾ ബീഹാർ സന്ദർശനം ഇന്ന്. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ബംഗാളിലെ ദുർഗാപൂരിൽ BJP റാലിയെ അഭിസംബോധന ചെയ്യും. ഇസ്ലാമിക ഭീകര സംഘടന ദി റെസിഡൻസ് ഫ്രണ്ടിന് ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. നടപടി പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ അനുബന്ധ സംഘടനയാണ് റെസിഡൻസ് ഫ്രണ്ട് എന്നും അമേരിക്ക. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തലസ്ഥാനത്ത്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകും. നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 5 വടക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ന് ആദ്യം തന്നെ പോകുന്നത് കൊല്ലത്തേക്കാണ്. നമുക്കറിയാം, ഇന്നലെ നൊമ്പരമായി മാറിയ മിഥുൻ, ആ മകന്റെ മരണത്തിൽ കേരളം മുഴുവൻ തേങ്ങുകയാണ്. തേവലക്കരയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് തീരുമാനമായേക്കും. കുട്ടിയുടെ അമ്മ സുജ വിദേശത്താണ്. അമ്മ നാളെ നാട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. അതേസമയം തന്നെ ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലുമാണ്. സ്കൂളിൽ ബാലാവകാശ കമ്മീഷനും വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി മനോജും ഒപ്പം പ്രജിത് മോഹനും എല്ലാം തന്നെയുണ്ട്. ആദ്യം തന്നെ മനോജിലേക്കാണ്. മനോജ്, ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഈ സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് പറയാൻ സാധിക്കുക? കാരണം അത്രയേറെ മാനസിക വ്യഥയിലാണ് നമ്മളും. കാരണം ഒരു 13 വയസ്സുകാരൻ്റെ മരണത്തിനാണ് ഈ കേരളം സാക്ഷ്യം വഹിച്ചത്. അതും ആ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും ഒക്കെ തള്ളിവിട്ടു നമ്മുടെ ഭരണകൂടം അടക്കമുള്ളവർ.
എന്താണ് ഇന്ന് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് സ്കൂളിൽ കനത്ത സുരക്ഷയൊക്കെയാണ്, കാരണം ABVP ജില്ലാ ബന്ദിന്, പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. വലിയ പ്രതിഷേധം ഇന്നലെ മുതൽ മുഴങ്ങിയതാണ്. എങ്ങനെയാണ് ഇന്ന് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഖി, അതുതന്നെയാണ് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു, ഇന്നും അത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെ, ഒരു നാടിനെ ഒന്നാകെ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഒരു 13 വയസ്സുകാരൻ്റെ ജീവൻ പൊലിഞ്ഞത്. അതായത് ഈ സ്കൂളിൽ, ഇതാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ, CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റാണ്. ഈ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായത്. ഉദ്യോഗസ്ഥരുടെ, അതായത് ഇവിടെയുള്ള അധികൃതരുടെ അനാസ്ഥ മൂലവും അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥ, അത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേട്ടതാണ്, നാട്ടുകാരടക്കം പറഞ്ഞതാണ്. അത്തരത്തിലൊരു അനാസ്ഥയുടെ ഭാഗമായി ഒരു കുട്ടിക്ക് ഷോക്കേൽക്കുന്നു, കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമെല്ലാം വലിയ പ്രതിഷേധം ഈ ഗേറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഇന്നും യുവജന സംഘടനകൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെയോടുകൂടി തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകും. എന്തായാലും പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വാഹനം ഉൾപ്പെടെ ഈ ഗേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാരിക്കേഡുകളും ഈ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂളിൻ്റെ ഉൾഭാഗം, അതായത് ഈ പ്രിൻസിപ്പളിൻ്റെ റൂമിന് മുന്നിൽ വരെ ABVP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒക്കെ പ്രതിഷേധവുമായി എത്തി. അവരൊക്കെ അവിടെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധം അലയടിച്ചു എന്നുള്ളതാണ്. എന്തായാലും കുഞ്ഞിൻ്റെ വീട്ടിലേക്കടക്കം ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ബാലാവകാശ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്കൂളിലേക്കെത്തും. അതോടൊപ്പം തന്നെ KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ കേസെടുത്തിരുന്നു. അതായത് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്, പിന്നീട് അത് അന്വേഷിക്കും എന്നുള്ള കാര്യമൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. DYSPക്കാണ് അന്വേഷണ ചുമതല. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ബാരിക്കേഡെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധത്തെ നിയന്ത്രിക്കുവാനുള്ള ഒരു സംവിധാനം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ റോഡിന് കുറുകെ ഈ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ തടയുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിനുള്ളിലേക്ക് വരെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. എന്തായാലും ഈ സ്കൂളിൻ്റെ പരിസരം ഒന്നാകെ തന്നെ ഇവിടെ ജനക്കൂട്ടമായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ, അതായത് BJP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്കൂളിന് മറുവശത്താണ്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കവാടത്തിന് മുന്നിലാണ്. ഇതിന് മറുവശത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ സൈക്കിൾ ഷെഡും ഉള്ളത്. ആ സൈക്കിൾ ഷെഡിലേക്ക് മിഥുൻ, അതായത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ 9 മണിയോടുകൂടി ക്ലാസ് തുടങ്ങും. അതിനു മുമ്പായി എത്തിയ കുട്ടികൾ ഒത്തുചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ചെരുപ്പ് മുകളിലേക്ക് പോകുന്നതും ആ ചെരുപ്പ് എടുക്കുവാനായി ഈ കുട്ടി ക്ലാസ് റൂമിനുള്ളിലൂടെ ഈ ഷെഡിന് മുകളിലേക്ക് കയറുന്നതും. ഈ കയറുന്ന സമയത്താണ് ഷോക്ക് ഏൽക്കുന്നത്. ആ ഷോക്ക് ഏറ്റതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഷെഡിനോട് ചേർന്ന് തന്നെയായിരുന്നു ആ വൈദ്യുത ലൈൻ പോയിരുന്നത്. കാരണം അത്രയധികം താഴ്ന്നു കിടന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു KSEBയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട് എന്നുള്ളത്. കാരണം ഇത്രയധികം, അതായത് ഒരു ഷെഡുമായി അകലം കൃത്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളത് മന്ത്രി തന്നെ പറയുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ അതെല്ലാം കണ്ടതാണ്. അങ്ങനെ ഒരു അനാസ്ഥ KSEBയുടെയും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം KSEB ജീവനക്കാരെത്തി ഈ പോസ്റ്റിൽ നിന്നുള്ള ഈ വൈദ്യുത ലൈനിലെ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കുമെന്ന് KSEBയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഷെഡിന് മുകളിൽ വെച്ചാണ് കുട്ടിക്ക് അപകടമുണ്ടായത്, ഷോക്ക് ഏറ്റത്. ആ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോഴാണ് കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത്. എന്തായാലും ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ആ മുകളിലേക്ക് പോയപ്പോൾ ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളമാണ് താഴ്ന്ന് ആ ഷെഡിനോട്
ചേർന്ന് കിടക്കുന്നതെന്നും അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ഷെഡ് നിർമ്മിച്ചത് ഒരിടത്തും തന്നെ അനുമതി തേടാതെയോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെയാണെന്ന് മനസ്സിലാക്കാം. കാരണം ആ നിർമ്മാണ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ അകലം അറിയാൻ സാധിക്കുന്നതാണ്. അതൊക്കെ നാട്ടുകാരും പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ നാട്ടുകാരൊക്കെ ഈ കാര്യം പറഞ്ഞതാണ്. തങ്ങൾക്ക് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇത് കാണാൻ സാധിക്കും. പല തവണ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിലൊരു നടപടിയും ഈ സ്കൂൾ അധികൃതർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണം, അതായത് ഈ കുട്ടി അബദ്ധത്തിൽ കയറി അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്, കുട്ടിയെ ആരും പിടിച്ചു കയറ്റിയതല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണമുണ്ടായത്. അത്തരത്തിലൊരു 13 വയസ്സുകാരൻ്റെ ജീവൻ പൊലിയുമ്പോൾ പോലും അതിൽ ഈ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും KSEBയെ പഴിചാരുന്ന മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റിനെ പഴിചാരുന്ന KSEB ഉദ്യോഗസ്ഥരും, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ശാസ്താംകോട്ട DYSPക്കാണ് അന്വേഷണ ചുമതല. എന്തായാലും ഇതിൽ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന ചോദ്യം, അതായത് ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥിയെ അയക്കുന്നത് അവൻ്റെ സുരക്ഷ കൂടെ നമ്മൾ കരുതിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീട്ടിലെ സാഹചര്യം. ഒരു 13കാരൻ്റെ സ്വപ്നങ്ങൾ, അതോടൊപ്പം തന്നെ ആ വീട്ടുകാരുടെ സ്വപ്നങ്ങൾ, അതിനൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ദാരുണമായിട്ടുള്ള ഈ ഒരു മരണം, അതിൽ ഒരു നാടൊന്നാകെ തന്നെ കണ്ണീരിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ഇടപെടൽ, ഒപ്പം തന്നെ KSEBയുടെ വീഴ്ച, ഇതെല്ലാം നമ്മുടെ മന്ത്രിമാരും സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം. അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രജിത്ത് മോഹനൻ കൂടിയുണ്ട്. പ്രജിത്ത്, നമ്മുടെ സർക്കാർ ഈ ഒരു വിഷയം വരുമ്പോൾ എന്തെങ്കിലും പരിശോധനയൊക്കെ നടത്തി അതിനെ ഒതുക്കുന്നു. നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലും അതൊക്കെ തന്നെയാണ് കണ്ടത്. ഏറ്റവും ഒടുവിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ചിത്രമായി നമ്മുടെ മുന്നിൽ ഒരു കുരുന്നു ജീവൻ അറ്റ് വീണു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒന്നടങ്കം, അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒന്നടങ്കം നാണക്കേടാണ് ഈ സംഭവം. അതായത് വലിയ നേട്ടമൊക്കെയാണ് നമ്മൾ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലാണ് ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം. ഒരു സ്കൂളിൽ വെച്ചൊരു കുഞ്ഞ്, അവൻ്റെ വീട്ടുകാർ അവനെ വിശ്വസിച്ചൊരു സ്കൂളിൽ കൊണ്ട് ആക്കുന്നു. കുഞ്ഞ് അവിടെ വെച്ചിട്ട് ഷോക്കേറ്റ് മരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഭരണകൂടം തന്നെ പറയുകയാണ് ഇത് KSEBയുടെ വീഴ്ച, സ്കൂളിൻ്റെ വീഴ്ച, അവർക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മട്ടിൽ. എന്തായാലും 5 ലക്ഷം കൊടുക്കാമെന്നൊക്കെ പറയുന്നത്, ആദ്യഘട്ടത്തിൽ 5 ലക്ഷം കൊടുക്കുമായിരിക്കും, പിന്നീട് ചിലപ്പോൾ വീണ്ടും കൊടുക്കുമായിരിക്കും 5 ലക്ഷമൊക്കെ. പാവപ്പെട്ട കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ പിന്നീട് അവർ മിണ്ടിയെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല പ്രജിത്ത്. രാഖി, ഇതിൽ ഒരു സിസ്റ്റം കൊന്ന ഒരു കുട്ടിയാണ് മിഥുൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതൊരു അപകട മരണമല്ല, ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം അതിന് പിന്നിൽ ഒരുപാട് വകുപ്പുകളുടെ വീഴ്ചയുണ്ട്, സർക്കാരിൻ്റെ വീഴ്ചയുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, പിന്നീട് CPM ഏരിയ സെക്രട്ടറി തന്നെ മാനേജറായിരിക്കുന്ന ആ സ്കൂളിൻ്റെയും വീഴ്ചയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും വീഴ്ചകളിലേക്ക് എടുത്തു വരികയാണെങ്കിൽ KSEBയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു വൈദ്യുതി ലൈൻ ഒരു സ്കൂൾ കോമ്പൗണ്ടിലൂടെ പോകാൻ പാടില്ല എന്നുള്ളൊരു ചട്ടമായിരിക്കെ, ഒരു സാധാരണ ഒരു സുരക്ഷാ പ്രശ്നമായിരിക്കെ അത് മാറ്റാൻ KSEBയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ആകാശത്തൂടെ പോകുന്ന വലിയ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വൈദ്യുതി ലൈനുകൾക്ക് താഴെയുള്ള കൃഷിയിടങ്ങൾ പോലും, ചില വാഴകൾ പോലും വെട്ടിക്കളയുന്ന KSEB അത് കർഷകരെ ദുരിതത്തിലാക്കുന്ന കാഴ്ചയും വാർത്തകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിലൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ KSEBയുടെ സമീപനം അതായിരിക്കെ, ഒരു സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് മുകളിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നു, ആ വൈദ്യുതി ലൈന് കീഴെയായി അനധികൃതമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം പഴക്കമുണ്ട് ആ ഷെഡിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാലമായിട്ടും KSEB അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃതമായൊരു നിർമ്മാണം ഉണ്ടായിട്ട് അത് കണ്ടില്ലെന്ന് നടിച്ചു. രണ്ടാമത്തെ വീഴ്ച വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ വകുപ്പ് സാധാരണഗതിയിൽ സ്കൂൾ തുറക്കും മുമ്പ്, ഈ കഴിഞ്ഞ സ്കൂൾ തുറപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗമൊക്കെ ചേർന്നതാണ്. അന്ന് ചില സർക്കുലറുകളുമൊക്കെ പുറത്തിറക്കിയിരുന്നു.
ചെയ്തിരുന്നു. അതിനുശേഷം സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ഒരു സുരക്ഷാ സമിതി രൂപീകരിച്ച് പ്രാദേശികമായിട്ടുള്ള വിവിധ വകുപ്പുകൾ, ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികൃതർ, പോലീസ് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇത്തരം യോഗങ്ങൾ ചേർന്ന് ആ സ്കൂളിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ വിലയിരുത്തണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് എല്ലാ വർഷവും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിനുശേഷമാണ് ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നൽകേണ്ടതും. അപ്പോൾ ഒരു അനധികൃതമായി നിർമ്മിച്ച ഒരു ഷെഡ് അവിടെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ യോഗത്തിൽ പോലും ഈ വൈദ്യുതി ലൈൻ അവിടെ താഴ്ന്നു കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ചർച്ചയായില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം അതിൽ പോലീസുണ്ട്, പ്രാദേശിക തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരുണ്ടാകാം, അതിൻ്റെ പ്രതിനിധികളുണ്ടാകാം, ജനപ്രതിനിധികളുണ്ടാകാം, സ്കൂളിൻ്റെ അധികൃതരുണ്ടാകാം. അവർക്കെല്ലാം ഈ വിഷയം പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു സമയമാണ് ഇത്തരത്തിൽ സ്കൂളിൻ്റെ സുരക്ഷാ സമിതി എന്നുള്ളത്. ഈ സുരക്ഷാ സമിതികൾ യോഗം ചേരുന്നത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോൾ അതിന് മുൻപ് അല്ലെങ്കിൽ അതിന് തൊട്ട് അതേ ദിവസങ്ങളിൽ, അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഈ യോഗം ചേരുകയും സ്കൂളിൻ്റെ ഈ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് പൂർണ്ണ തോതിൽ ഈ സ്കൂളിൻ്റെ തുറന്നു കൊടുക്കുന്നതിനും കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ അതായിരിക്കെ ഈ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു, സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ എങ്ങനെ അനുവാദം ലഭിച്ചു? അന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തവരാരും ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയോ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ വീഴ്ച വന്നിരിക്കുന്നു. അതിൽ ഇപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ ഈ ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ട ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ DD അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൽ വീഴ്ച വന്നിട്ടുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇത് നേരിട്ട് മോണിറ്റൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സ്കൂളുകളിലെ പ്രശ്നങ്ങൾ അത് സംസ്ഥാന തലത്തിൽ ചേരുന്ന സമിതി യോഗങ്ങളിലെല്ലാം എത്തുന്നതുമാണ്. അപ്പോൾ അവിടെയും ഈ കാര്യത്തിലൊന്നും സമീപനങ്ങളിലൊന്നും സ്കൂളുകളിലെ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ആ സുരക്ഷാ സമിതി യോഗം പോലും വെറും വഴിപാടായി അവസാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 3, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽപ്പുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഷെഡ് അതൊരു സ്കൂളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അനധികൃതമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എങ്ങനെ ഈ ഷെഡിന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി? അല്ലെങ്കിൽ മുന്നേ തന്നെ അതിൽ ഇടപെട്ട് ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു കളയാനുള്ള ഒരു ഇടപെടലിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോവുകയോ അവിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയോ ചെയ്യാത്ത ഇടപെടൽ ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും വലിയ വീഴ്ചകളും ഇതിലുണ്ട്. ഇനി നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിലേക്ക് വരാം. കാരണം ഇതിൻ്റെ എല്ലാം ഒരു ഫോർഫ്രണ്ടിൽ നിൽക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റും അവരുടെ രാഷ്ട്രീയ സ്വാധീനവുമാണ്. CPM-ൻ്റെ ഏരിയ സെക്രട്ടറി തന്നെ മാനേജറായിരിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത വരുന്നു. ഒരു കുട്ടികളിലാണ്. ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആ സ്കൂളിലെ അധ്യാപകർക്കുണ്ട്, ആ സ്കൂൾ മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറപ്പിന് മുമ്പേ ഇത്തരത്തിൽ കുട്ടികൾക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ആ പറയുന്ന നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അവിടെ ഞങ്ങൾ പലകയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളാരും അങ്ങോട്ടേക്ക് കയറാതിരിക്കാനുള്ള വാദമുണ്ട്. പക്ഷേ അത് വെറും കള്ളത്തരമാണ് എന്നുള്ളത് അല്ലെങ്കിൽ വെറും കള്ളമാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ പലകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ സൃഷ്ടിച്ചിട്ടില്ല. ക്ലാസ് മുറികളിൽ നിന്ന് നേരിട്ട് കുട്ടികൾക്ക് ആ ഷീറ്റിന് മുകളിലേക്ക് കയറാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ആരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് അവിടെ എത്തിയ കുട്ടികൾ അവിടെ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ പറയുന്ന ആരുടെയും നിരീക്ഷണമില്ലാതെ കുട്ടികൾ ഈ സമയത്ത് ഈ പുറത്തു നിന്ന് അവർ കളിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടികൾ കറങ്ങി നടക്കുന്നു? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഒരു സ്കൂളിൽ നിന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കുട്ടികൾ സ്കൂളിലെത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ ക്ലാസ്സുകളിൽ കയറുകയും ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. ഇതിനിടയിൽ കുട്ടികളെ മോണിറ്ററൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തതാണ് നേരത്തെ സൂചിപ്പിച്ച അതേ സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടും ഇതറിയാമായിരുന്നിട്ടും ഇത് പരിഹരിക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ അവരുടെ രാഷ്ട്രീയം കൃത്യമായി അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഇത്രയധികം വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകൾക്ക് ആർക്കും ഈ രീതിയിലൊരു പ്രശ്നം ആ സ്കൂളിൽ ആ വൈദ്യുതി ലൈൻ അങ്ങനെ ആ ഷീറ്റിനോട് ചേർന്ന് ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് കുറഞ്ഞത് 3 മീറ്ററിലധികവും അല്ലെങ്കിൽ ആ ഒരു ദൂരപരിധി ഉണ്ടായിരിക്കണമെന്നിരിക്കെ ആകെ 1.7 മീറ്റർ മാത്രമാണ് ദൂരപരിധിയിലാണ് ആ വൈദ്യുതി ലൈൻ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതുണ്ടായിട്ട് കൂടി മറ്റൊരു നടപടി. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കും ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മിഥുന്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും എന്ന വിവരം കൂടി ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രജിത്ത്. അതായത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ഈ വിഷയം ഒതുക്കപ്പെടുമോ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പരിശോധന വിധേയമാകേണ്ടതാണ്.
നടപടി സ്വീകരിക്കേണ്ടത്. ഈ ഷെഡ് അവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാലം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിർമ്മാണം സ്കൂൾ പോലെയുള്ള ഒരു സ്ഥലത്ത്, കുട്ടികളുള്ള സ്ഥലത്ത് തുടരാൻ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ അതിന് പ്രേരിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം ഈ അധ്യാപികയ്ക്കെതിരെ, പ്രഥമാധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്ത് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമെന്ന് മാത്രമേ നിലവിൽ ഇതിനെ പറയാൻ കഴിയൂ. കാരണം വീഴ്ച സംഭവിച്ചത് ഒരു സിസ്റ്റത്തിനാണ്. ആ വീഴ്ച സംഭവിച്ചതിന് ആ സിസ്റ്റത്തിൻ്റെ മുകളിലിരിക്കുന്നവർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് സ്കൂളാണ്, കുട്ടികളാണ്. അവരുടെ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ, അതിൽ ഓരോ സ്കൂളിലെയും സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഫിറ്റ്നസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ വർഷമൊക്കെ വലിയ ചർച്ചയായ വിഷയമാണ്. അപ്പോൾ അതിൽ ഇടപെടൽ നടത്താൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ താഴേക്കിടയിലുള്ള, അല്ലെങ്കിൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ മാത്രം, ഹെഡ്മിസ്ട്രസിനെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടോ വിഷയം ഒതുക്കി തീർക്കാവുന്ന ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ്. ഈ പറയുന്ന വകുപ്പുകൾക്കെല്ലാം വീഴ്ച വന്നിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യമല്ല, തുടർച്ചയായി ഇത്രയധികം വർഷം ഈ വകുപ്പുകൾക്കെല്ലാം വീഴ്ച വന്നിട്ടുണ്ട്. അതിലെന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിനെ മോണിറ്റർ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് DDO തലം മുതലുള്ളവർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നടപടിയെടുക്കാതിരിക്കുന്നു? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതെ പ്രജിത്ത്, തീർച്ചയായും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മുടെ സിസ്റ്റം ഉത്തരം നൽകിയേ മതിയാകൂ. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസം, വൈദ്യുതി എന്നീ വിഭവങ്ങളോടൊപ്പം തദ്ദേശ ഭരണവും പൊതുമരാമത്ത് വിഭാഗവും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. അതായത് കൃത്യമായ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ 13 വയസ്സുകാരൻ ഇന്നവൻ ജീവനോടെ അവൻ്റെ വീട്ടിലിരുന്നേനെ, ആ മുത്തശ്ശിക്കൊപ്പം ഇരുന്നേനെ. എന്തായാലും ആ സങ്കടങ്ങളൊക്കെ നമുക്കും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് ഇന്ന് നൽകുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ നടപടി കടുത്തേക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, എന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം? എന്തായാലും ഇവർ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കും. കാരണം ഈ സംഭവം എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി തീർക്കണം. രാഖി, KSEBക്കും വിദ്യാഭ്യാസ വകുപ്പിനുമെതിരായി വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള വീഴ്ച KSEBക്കും വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂളിനും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സമർപ്പിക്കുകയും ചെയ്യും. വിഷയത്തിൽ അല്പസമയത്തിനുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണവും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ച സ്കൂൾ അധികൃതർക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലും ഈ വീഴ്ചകൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള അടക്കമുള്ളവ ഇനിയുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇനി സമർപ്പിക്കും. ആ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും, അതിന് വിശദമായിട്ടുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. ആ റിപ്പോർട്ടിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വീഴ്ച സംഭവിച്ചു എന്നത് മനസ്സിലാക്കാൻ കഴിയും. നിലവിലെ അവസ്ഥയിൽ ഈ KSEBയെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ശരി, ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൂട്ടലുണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ആ സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് KSEBയും പെരുമാറാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയായി ഇതിൽ വിലയിരുത്തുന്നത്. കാരണം അപകടകരമായ രീതിയിൽ ഇത്തരത്തിൽ ഇലക്ട്രിക് ലൈൻ കമ്പികൾ താഴ്ന്ന നിലയിൽ കിടക്കുന്നത് അത് വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിന് എതിരായിട്ടുള്ളൊരു നടപടികൾ, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രതിരോധ നടപടികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ KSEBക്ക് ചെയ്യാൻ കഴിയുമോ അതൊന്നും KSEB ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് അപകടത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ മുൻകരുതൽ നടപടികൾ, ജാഗ്രതകൾ പാലിക്കേണ്ടിയിരുന്നു. എന്നാൽ അത് KSEBയുടെ ഭാഗത്തുണ്ടായില്ല. മാത്രമല്ല സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെങ്കിലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൂടി ശ്രദ്ധിക്കാതിരുന്നതാണ് അതിൽ ഒരു ജീവൻ പോകാൻ കാരണമായത്, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയാൻ കാരണമായതെന്നാണ് പ്രാഥമികമായ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് അതുപോലെ തന്നെ ഇന്ന് യുവജന സംഘടനകളുടെ മാർച്ചൊക്കെ നടക്കുന്നുണ്ട്. KSU ABVP വിദ്യാഭ്യാസ ബന്ധുണ്ട്. ABVPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൂടി.
രാഖി, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനാസ്ഥ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ABVPയുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ട്. ABVP തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ KSUവിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ധമടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയരുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രാഥമികമായ മുൻകരുതലുകൾ പോലും അല്ലെങ്കിൽ നടപടികൾ പോലും ചെയ്യാൻ കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ട് അപകടത്തിലേക്ക് വരുത്തിയതെന്നതിന് കാരണമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഴ്ച സർക്കാരിൻ്റെ വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സ്കൂൾ അധികൃതരുടെയും KSEBയുടെയും വീഴ്ചയാണ് എന്ന് തന്നെയാണ്. അതെ പ്രശാന്ത്, തീർച്ചയായും വീഴ്ച ആരുടേതാണ് എന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ഈ കുറ്റമൊക്കെ കുട്ടിയുടേതാണ്, കുട്ടി ചെന്ന് കയറിയിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അങ്ങേയറ്റം ഖേദകരം അല്ലെങ്കിൽ പ്രതിഷേധാത്മകം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതാണ് ഇറക്കിയ സർക്കുലർ. ഈ സർക്കുലർ അവിടുത്തെ HM പ്രിൻസിപ്പാളും വായിച്ചിട്ടുണ്ടോ? ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നോ? ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട അവസരം ഉണ്ടാവുമായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോട്ടെ, വേറൊരു വാദം പറയുന്നത് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചിട്ട് ഇത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മാറ്റുന്നത് വരെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ചുകൊണ്ടിരിക്കണം. മാറ്റുന്നത് വരെ. അല്ലെങ്കിൽ തൊട്ടുയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. അവർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്ന ആൾ, DE ഉണ്ട്, അവിടെ AE ഉണ്ട്. ശരി, ഇവരാരും ഇത് പരിഗണിക്കുന്നില്ല. മന്ത്രിയെ ഒരു അറിയിച്ചോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം ക്രമീകരിക്കണമെന്ന് പറഞ്ഞോ? അപ്പോൾ ഇതെല്ലാം ഒരുപാട് അന്വേഷണത്തിൽ നിന്നും പോകാതെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെ ശിക്ഷിക്കപ്പെട്ടാലും മകൻ്റെ കുടുംബത്തിന് എന്ത് സഹായം ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ. നഷ്ടപ്പെട്ടത് തന്നെയാണ്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. നാട്ടിൽ പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. മറ്റ് സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഉള്ള ബന്ധപ്പെട്ടവർക്കും കൂടെ മാതൃകയായിരിക്കും. ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കുലർ മെയ് മാസം 13-ന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോയിന്റ് ബൈ പോയിൻ്റായിട്ട് വിഷയ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണമെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം സാധാരണ PTയുടെ നേതൃത്വത്തിലും അധ്യാപകരുടെ നേതൃത്വത്തിലും യോഗം ചെയ്യുന്നതാണ്. എന്തെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിലയിരുത്തും. പക്ഷെ ആ സ്കൂളിൽ എന്തെങ്കിലും തരത്തിൽ വിലയിരുത്തൽ നേരത്തെ ആ സ്കൂളിൽ നടത്തിയിട്ടുണ്ടോ? ഈ നേരത്തെ EBയുടെ ലൈൻ മേലോട്ട് പോകുന്നു, അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ അത്തരം വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നമ്മുടെ സർക്കുലർ അതെല്ലാം പറയുന്നുണ്ട്. സർക്കുലർ എത്ര പേജ് ഉള്ള സർക്കുലർ? അല്ല, ഫിറ്റ്നസ് അവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസിൻ്റെ ലഭിച്ച കോപ്പി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഫിറ്റ്നസ് കൊടുത്തവർ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു കാരണവശാലും ഇതിന് ഫിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. പണ്ട് 10 വർഷം മുമ്പേ ഫിറ്റ്നസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോഴാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായത്. യഥാർത്ഥത്തിൽ
പിന്നെ ഒരു കാരണവശാലും ആ ലൈൻ അതുവഴി പോകാൻ അനുവാദം കൊടുക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായ മണിക്കൂറിനകം അത് അവിടെ കട്ട് ചെയ്തല്ലോ, അത് കട്ട് ചെയ്ത് നടപടി സ്വീകരിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. സർക്കിളിൽ തന്നെ പറയുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് AEO, CEO തുടങ്ങി സ്ഥാനത്തിരിക്കുന്നവർ യോഗം ചേർന്ന് വിലയിരുത്തണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വിലയിരുത്തലുണ്ടായി? അല്ല, അത് പിന്നെ എനിക്ക് അത് അറിയില്ലല്ലോ. കേരളത്തിലാകെ നടന്നിട്ടുള്ളതാണല്ലോ. നമുക്ക് അത് വിലയിരുത്തൽ നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം രേഖ തന്നെ വാങ്ങാൻ വേണ്ടി പോവുക. എല്ലാ DO മരുന്നുകളിലെ രേഖ തന്നെ വാങ്ങാൻ വേണ്ടി. ഇത് 10 പേജുള്ള സർക്കുലറാണ്. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇനിയിപ്പോൾ ആരാ ഇതിൽ ഇടപെട്ടത്? മുഖ്യമന്ത്രി തന്നെ ഡൽഹിയിൽ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു കാര്യങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ ചെയ്തതിന് വേണ്ടി. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് അനധികൃതമാണോ? ഒപ്പം തന്നെ ഈ KSEB പോലീസിന്റെ അന്വേഷണം നടത്തുന്നു. ഇക്കാര്യത്തിലുള്ള സംയുക്ത അന്വേഷണത്തിൽ എല്ലാ വകുപ്പുകൾക്കെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാവുമോ മിനിസ്റ്റർ? ഞാനിപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം പറയാം. എലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറയേണ്ടതാണ്. മുഖ്യമന്ത്രി കസ്റ്റം നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആഭ്യന്തര വകുപ്പ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഞാൻ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായല്ലോ. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു സ്വാധീനത്തിനും വഴങ്ങുന്ന പ്രശ്നമില്ല. പിന്നെ കസ്റ്റം നടപടി നമുക്ക് രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചും എടുത്തിട്ടുള്ള തീരുമാനം അനുസരിച്ചും കർശന നടപടി ഇലക്ട്രിസിറ്റി ബോർഡ് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. മകൻ്റെ വീട് വളരെ ദാരിദ്ര്യം പിടിച്ച വീടാണ്. സ്വന്തമായി വീട് പോലും ഇല്ല. പിന്നെ സ്വന്തമായി വീട് പോലും ഇല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു പൈസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. വാർത്തകളുടെ തിരക്കുള്ളത് കൊണ്ടാണ് ആരുടെയും പേരെടുത്ത് പറയാത്തത്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ദ റെസിഡൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക. പഹൽഗാം ആക്രമണം പരാമർശിച്ചാണ് നടപടി. ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ ഭീകര സംഘടനയാണ് ദ റെസിഡൻസ് ഫ്രണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഇന്ത്യയിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം, അത് അമേരിക്കയ്ക്കും നിർബന്ധമുണ്ട്. ഇപ്പോൾ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാഖി, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംവിധാനത്തെ, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സിയായി പ്രവർത്തിക്കുന്ന സംഘടനയെ കൃത്യമായും ഭീകര സംഘടന, ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇതിന് പിന്നിലുണ്ടായ കാരണം, ഈ ആക്രമണ സ്വഭാവമുള്ള ഈ സംഘടനയെ ഇങ്ങനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള കാരണം കൃത്യമായും പഹൽഗാം ആക്രമണവും 26 പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യവും തന്നെയാണെന്ന് കൃത്യമായി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ നിലപാട് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാമായിരുന്നു, ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ആഗോള ഭീകര സംഘടനയായി അല്ലെങ്കിൽ ഒരു വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ചത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരുടെ പ്രോക്സിയായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിഴൽയുദ്ധം നടത്തുന്ന വിഭാഗമായി മാറി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിനെതിരെ കടുത്ത നടപടികളുമായി ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അമേരിക്കയുടെ നടപടിയിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇക്കാര്യം പഹൽഗാം ആക്രമണം പരാമർശിക്കുന്നു എന്നതിനപ്പുറം ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങൾക്ക് നേരെ പലതവണ ആക്രമണം നടത്തിയത്, 2024 ആക്രമണം നടത്തിയതും ഇവർ തന്നെയാണ് എന്ന് കൃത്യമായി തന്നെ പരാമർശിച്ചുകൊണ്ടാണ്. അതായത് ഭാരതത്തിനെതിരെ നടത്തുന്ന ഭീകര സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിരോധനം നടപ്പാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയുന്നത്, ആഗോള ഭീകര സ്വഭാവങ്ങൾക്കെതിരെ, ആഗോള ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഭീകര പ്രവർത്തനത്തിനെതിരായ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന അമേരിക്കയുടെ ലക്ഷ്യവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് വളരെ കൃത്യമായി തന്നെ ഈ ഉത്തരവ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച കമ്മ്യൂണിക്കേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതിനെ അഭിസംബോധന ചെയ്ത് തന്നെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിദേശകാര്യമന്ത്രി UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങൾ എല്ലാവരുമായി സംസാരിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടന്നത് ഈ രീതിയിലായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ കർക്കശമായി നടന്നുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലവും ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ യാത്രകളും എല്ലാം
തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരവിരുദ്ധ നിലപാടുകൾ കൃത്യമായി പാലിക്കുന്നതിൽ ഇന്ത്യയോടൊപ്പം അമേരിക്ക നിൽക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തോടൊപ്പം ചേരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഉൾപ്പെടെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ആഗോള ലോകത്ത് 74 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 30 ദിവസം വിസയില്ലാതെ തങ്ങാനുള്ള അനുമതി നൽകിയ കൂട്ടത്തിൽ ആദ്യം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, പിന്നീട് പാകിസ്ഥാൻ ഒഴിവാക്കി. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകം ഭീകരവാദത്തിനെതിരെ എന്നാണ്. അതിനനുകൂലമായ നിലപാട് ലോകരാഷ്ട്രങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിനെതിരെ നടന്ന ഈ ആക്രമണത്തെ കൃത്യമായി അമേരിക്ക അഭിസംബോധന ചെയ്തിരിക്കുന്നു. അത് അമേരിക്കയ്ക്ക് സാധ്യമാകുന്ന ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ നടപടിയിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്. റെസിഡൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തലസ്ഥാനത്ത് രാവിലെ 10:30 മുതൽ BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഭാരവാഹി യോഗം ചേരും. തിരുവനന്തപുരത്തെത്തുന്ന നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണം നൽകുന്നുണ്ട്. BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗമാണിത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, സമകാലിക വിഷയങ്ങളിലെ പാർട്ടി പ്രതിഷേധങ്ങൾ, ഭാവി പരിപാടികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി വിനീഷാണുള്ളത്. വിനീഷ്, ഭാരവാഹി യോഗം രാവിലെ 10:30 എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, BJPയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ഭാരവാഹികളുടെ യോഗമാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം സംസ്ഥാന ഭാരവാഹി അത് പുതുക്കി പണിതിരുന്നു, അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പുതിയ ഭാരവാഹികളുടെ യോഗമാണ് ഇന്ന് പുതിയ ഓഫീസായ മാരാർജി ഭവനിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി ഉദ്ഘാടനം നടത്തിയ മാരാർജി ഭവനിലാണ് ഇന്ന് പുതിയ ഭാരവാഹികളുടെ യോഗം നടക്കുക. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പ്രധാനമായും ഈ ഭാരവാഹി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ആദ്യപടി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ഈ മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പൊതുസമ്മേളനത്തിൽ വാർഡ് തല നേതൃയോഗത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു പുത്തരിക്കണ്ട മൈതാനത്ത്. ആ സമയത്തും അമിത്ഷാ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാന ആവശ്യം ഇത്തരത്തിലാണ്. സംസ്ഥാനത്ത് 25% വോട്ട് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാകണം. ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP ഒന്നാമതെത്തണം എന്ന നിർദ്ദേശം തന്നെയാണ് പ്രവർത്തകർക്ക് അമിത്ഷാ, രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ തന്നെ നേരിട്ടെത്തി സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്ക് നൽകിയിരുന്നത്. വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ BJP പ്രവർത്തകർക്കുമുള്ളത്. എന്തായിരുന്നാലും നിലവിൽ ഭാരവാഹി യോഗം, ആദ്യ ഭാരവാഹി യോഗം, പുതിയ ഭാരവാഹികളുടെ ആദ്യ യോഗം നടക്കുമ്പോൾ പ്രധാന ചർച്ചയായി എത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ. തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ചയാകും. അതിൻ്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തും. നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ആദ്യ കിക്ക് ഓഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ചേരുന്നത്. പുതിയ കാര്യാലയമായ BJPയുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിൽ വെച്ചാണ് ഇന്ന് യോഗം ചേരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായിരുന്നാലും BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരായ വിവിധ ആക്ഷേപങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഒപ്പം തന്നെ ജനവിരുദ്ധ നയങ്ങൾ, ഇതിനൊക്കെ എതിരെ BJP ശക്തമായ ഒരു പ്രതിഷേധമായി സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷം അതുപോലെ തന്നെ നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വീകരണവും ഒരുക്കുന്നുണ്ട്. യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൂടി. ഇന്ന് 9 മണിയോടുകൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുക. അതിനുശേഷം അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കും. വിവിധ നേതാക്കളും മറ്റു സംസ്ഥാന നേതാക്കളും സ്വീകരിക്കാനായി ഈ വിമാനത്താവളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നിയുക്ത രാജ്യസഭാ MP-യായ സദാനന്ദൻ മാസ്റ്ററുടെ ഒരു സന്ദർശനവുമായി, തിരുവനന്തപുരത്തെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം
സംശയമില്ല. എന്തായിരുന്നാലും വലിയ പ്രതീക്ഷ തന്നെയാണ് BJP നേതാക്കൾക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കേന്ദ്രം നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള പ്രവേശം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഭാരവാഹി യോഗത്തിലും പ്രത്യേകിച്ച് സദാനന്ദൻ മാസ്റ്റർക്ക് അനുമോദനം നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാന അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങളും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയുള്ള BJPയുടെ പ്രതിഷേധങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്നത്തെ BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. രാവിലെ 10:30 മുതൽ BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ഭാരവാഹി യോഗം ചേരുമെന്നുള്ളതാണ്. തിരുവനന്തപുരത്തെത്തുന്ന നിയുക്ത രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണവും ഒരുക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വരവിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകരും. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സദാനന്ദൻ നെടുനിലം എന്ന പ്രേക്ഷകൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഒപ്പം രാജേഷ് എന്ന പ്രേക്ഷകൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറും പശ്ചിമ ബംഗാളും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ, കണക്ടിവിറ്റി, സാമൂഹ്യ സാമ്പത്തിക വളർച്ച എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി 12,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ബീഹാറിൽ നിരവധി റോഡ്, റെയിൽ പദ്ധതികളുടെ ഉദ്ഘാടനവും ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യപ്രകാരം ഏകദേശം 61,500 സ്വയം സഹായ ഗ്രൂപ്പുകൾക്കായി 400 കോടി രൂപ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. വിവരങ്ങളുമായി എസ് നന്ദഗോപനുണ്ട്. നന്ദൻ, ബീഹാറിലും പശ്ചിമ ബംഗാളിലും വലിയ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഹി, ഇരു സംസ്ഥാനങ്ങളുമായി 12,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപനം നടത്തുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ബീഹാറിലായിരിക്കും സന്ദർശനം നടത്തുക. ബീഹാറിൽ ഏതാണ്ട് 7,200 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ബീഹാറിൽ നിന്ന് തുടക്കമിടുന്നത്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. അതേപോലെ തന്നെ വിവിധ പദ്ധതികൾക്ക് തറക്കല്ലിടിയിൽ നടക്കുന്ന കർമ്മങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇന്നിപ്പോൾ ബീഹാറിലുള്ളത്. ഈ വർഷം അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അവിടുത്തെ NDA മുന്നണിക്ക് വലിയ ശക്തി പകരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പല പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ ഇന്നിപ്പോൾ അവിടെ ബീഹാറിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഒപ്പം തന്നെയാണ് ഈ 7,200 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 61,500 സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് 400 കോടി രൂപ പ്രധാനമന്ത്രി വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാകും ഈ ഒരു സഹായം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം നിർമ്മിച്ച ഏതാണ്ട് 12,000 കുടുംബങ്ങൾക്ക് അവർ അതിന് അർഹരായിട്ടുണ്ട്. ആ വീടുകളുടെ താക്കോൽ ദാനവും ഇന്ന് പ്രധാനമന്ത്രി അവിടെ ബീഹാറിൽ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ ബീഹാറിലൊരു റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. ഇങ്ങനെ നിരവധി പരിപാടികളാണ് ഇന്നിപ്പോൾ ബീഹാറിൽ പ്രധാനമന്ത്രിക്ക് ഉള്ളത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാകും പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അവിടെ 5,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിടുന്നതും. അതേപോലെ തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ ഹൈവേ വികസനമുണ്ട്, റോഡ് റെയിൽ വികസനമുണ്ട്, അതേപോലെ തന്നെ ചില ഇൻ്റഗ്രേറ്റഡ് പദ്ധതികളുടെ വികസനമുണ്ട്, റെയിൽവേ സിഗ്നലിംഗ് ഉണ്ട്. അങ്ങനെ നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടന കർമ്മവും പശ്ചിമ ബംഗാളിലും നിർവഹിക്കും. സ്വാഭാവികമായും മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനം ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പശ്ചിമ ബംഗാൾ മണ്ണിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നിരന്തരമായി അവിടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സാധാരണക്കാർ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ്. ആർജേക്കർ ആശുപത്രി തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും പശ്ചിമ ബംഗാളിലെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമടക്കം പശ്ചിമ ബംഗാളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ നുഴഞ്ഞുകയറ്റം കൂടുതലായി, അതായത് ബംഗ്ലാദേശികൾ കൂടുതലായി ഭാരതത്തിലേക്ക് പശ്ചിമ ബംഗാളിലൂടെ കടന്നു കയറുന്നത്. അതിന് സംസ്ഥാന സർക്കാർ മമതാ ബാനർജി പ്രത്യക്ഷത്തിൽ സഹായം നൽകുകയാണെന്ന് BJP അടക്കം ആരോപിച്ചിരുന്നു. ഇത്തരം പല വിഷയങ്ങളിലും ഇന്ന് പ്രധാനമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിക്കുവാനുള്ള വേദി കൂടിയാകും പശ്ചിമ ബംഗാളിലെ സന്ദർശനം.
നന്ദൻ സൂചിപ്പിച്ചതുപോലെ ബീഹാർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വരവ്. അത് അവിടെയുള്ള പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. എങ്ങനെയാണ്, എത്രത്തോളം ആവേശത്തിലാണ് അവിടെയുള്ള BJP പ്രവർത്തകർ? രാഖി, RJD പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും സംസ്ഥാനത്ത് നിരവധി വികസന പദ്ധതികൾ ഇതിനോടകം തന്നെ നിതീഷ് കുമാർ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് വൈദ്യുതിയിലുള്ള ഇളവ്, വൈദ്യുതിയിൽ യൂണിറ്റിൽ ഇളവ് വരുത്തിയ നടപടി സാധാരണക്കാർക്ക് വലിയ ആവേശമാണ്, അല്ലെങ്കിൽ അതൊരു ആശ്വാസമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉതകുന്ന നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയൊരു വികസനത്തിന്റെ തേരോട്ടം ബീഹാറിൽ നടത്താൻ ശ്രമിക്കുന്നു. 7200 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം, തറക്കല്ലിടിയിൽ അങ്ങനെ രാജ്യത്തിനായിട്ടുള്ള ഒരു സമർപ്പണം നടക്കുക. ഇത് സാധാരണക്കാർക്ക് ഉതകുന്ന പദ്ധതികളാണ് എന്നുള്ളതാണ് ഇതിലേറെ ശ്രദ്ധേയം. അതായത് സ്വയം തൊഴിൽ സഹായ സംഘങ്ങൾക്ക് 400 കോടി രൂപയിലധികം വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ 12,000 കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് വെച്ചു നൽകുന്നു. സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറെ ഗുണമാകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് അവിടെ നടപ്പാക്കുന്നത്. ഒപ്പം തന്നെ നിരവധി റോഡ്, റെയിൽ ഗതാഗത പദ്ധതികളുടെയും ഹൈവേയുടെ വികസനം, അതേപോലെ തന്നെ ബൈപ്പാസിന്റെ തറക്കല്ലിടിയിൽ ബൈപ്പാസ് വികസനം, ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വ്യവസായിക വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലും പശ്ചിമ ബംഗാളിലും എത്തുകയാണ്. വലിയ ആവേശത്തിലാണ് അവിടെയുള്ള പ്രവർത്തകരുമൊക്കെ. നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി അവിടെ തുടക്കം കുറിക്കുക. കൻവർ യാത്ര ആഘോഷങ്ങളുടെ ഉത്സവമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. 1 കോടിയിലധികം ശിവഭക്തർ ഇതുവരെ ഗംഗാജലം ശേഖരിക്കാൻ ഹരിദ്വാറിലേക്ക് എത്തി. ദേവഭൂമിയിലേക്ക് എത്തുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശിവഭക്തർക്കും അത്ഭുതകരമായ പുണ്യാനുഭവം നേടുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വവും ശുദ്ധമായ കുടിവെള്ളം, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൻവർ യാത്രയുടെ ഭാഗമായി ഗംഗാ നദിയിൽ നിന്ന് പുണ്യജലം ശേഖരിക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ഹരിദ്വാറിലേക്ക് എത്തുന്നത്. ഈ വർഷത്തെ യാത്രയ്ക്ക് ജൂലൈ 11 തുടക്കമായിരുന്നു. हम जैसी देवभूमि की संस्कृति है, देवभूमि पधारने पर, देवभूमि में आने पर सभी का स्वागत करते हैं और उनके लिए सभी प्रकार की जो व्यवस्थाएं उनकी यात्रा को अच्छा बनाने के लिए, सुगम बनाने के लिए, सुरक्षित बनाने के लिए जो जरूरी है वो सब काम करते हैं. हमारा प्रयास होता है कि सभी शिव भक्त, मां गंगा के भक्त एक अच्छा अनुभव देवभूमि उत्तराखंड से लेकर जाएं. പുത്തൻപുലരി ആദ്യ 1 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരും. സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതര അനാസ്ഥയെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അണപൊട്ടി പ്രതിഷേധം. കൊല്ലം ജില്ലയിൽ നിന്ന് ABVPയുടെ വിദ്യാഭ്യാസ ബന്ദ്. 13-കാരന്റെ ദാരുണ മരണത്തിൽ തേങ്ങിനാട്. കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് കണ്ണീർ പ്രണാമം. സംസ്കാരം വിദേശത്തുള്ള അമ്മ നാളെ നാട്ടിലെത്തിയ ശേഷം. ദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. വിധവകളായ ഹിന്ദു സ്ത്രീകളെ, സാധാരണക്കാരായ ദരിദ്രരായ ഹിന്ദു സ്ത്രീകളെ, എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഇവിടേക്ക് എത്തിക്കുക, അവരെ പ്രണയം നടിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക, പിന്നീട് മതം മാറ്റുക. ഉത്തർപ്രദേശിലെ ചാങ്ങൂർ ബാബയുടെ നിർബന്ധിത മതപരിവർത്തന കേന്ദ്രത്തിന്റെ വേരറുത്ത് യോഗി സർക്കാർ. മതപരിവർത്തന കേന്ദ്രത്തിൽ കടന്നുചെന്ന ജനം TV സംഘം ആയിരങ്ങളെ ചാങ്ങൂർ ബാബ ഇസ്ലാംവൽക്കരിച്ചത് ആഡംബര സൗധവും മദ്രസയും കേന്ദ്രീകരിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാൾ, ബീഹാർ സന്ദർശനം ഇന്ന്. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ബംഗാളിലെ ദുർഗാപൂരിൽ BJP റാലിയെ അഭിസംബോധന ചെയ്യും.
ഇസ്ലാമിക ഭീകര സംഘടന ദ റെസിഡൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്ക. നടപടി പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ അനുബന്ധ സംഘടനയാണ് റെസിഡൻസ് ഫ്രണ്ട് എന്നും അമേരിക്ക. ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തലസ്ഥാനത്ത്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകും. നിയുക്ത രാജ്യസഭാ എം.പി. സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 5 വടക്കൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. രാജ്യത്തെ ഞെട്ടിച്ച ഉത്തർപ്രദേശ് മതപരിവർത്തന സംഭവത്തിലെ പ്രതി ചാങ്ങൂർ ബാബ എന്ന ജലാലുദ്ദീന്റെ മതപരിവർത്തന കേന്ദ്രത്തിൽ ജനം TV സംഘം. ഉത്തർപ്രദേശ് ഉത്രോളയിലെ മധുപൂർ ഗ്രാമത്തിലാണ് കേന്ദ്രം. പ്രദേശത്ത് നിർമ്മിച്ച 40 കോടി രൂപയുടെ ആഡംബര സൗധവും മദ്രസയും കേന്ദ്രീകരിച്ചാണ് ജലാലുദ്ദീൻ മതപരിവർത്തനം നടത്തിയത്. 100 കണക്കിന് ഹിന്ദു യുവതികളെ ജലാലുദ്ദീൻ മതം മാറ്റിയതായി ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തെ നടുക്കിയ ആസൂത്രിത മതപരിവർത്തനം നടന്ന ചാങ്കൂർ ബാബയുടെ മദ്രസ ഉൾപ്പെടുന്ന ആ മേഖലയിലാണ്. അയാളുടെ ഏതാണ്ട് 40 കോടിയിലധികം രൂപ വരുന്ന സൗധമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അതേ തുടർന്ന് നടപടികൾ മുന്നോട്ട് പോയതും. നിലവിലിപ്പോൾ ഈ പ്രദേശമാകെ പോലീസ് കാവലിലാണ്. ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിൽ ഉത്രോള എന്ന സ്ഥലത്ത് മധുപൂർ എന്ന ഒരു ഗ്രാമമാണ് ഈ പ്രദേശം. ഇവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്യാമറ ഒന്ന് പാൻ ചെയ്ത് വന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇയാളുടെ ഒരു മദ്രസ ഈ പ്രദേശത്തായി തന്നെ നമുക്ക് കാണാം. ഈ മദ്രസ കൂടി കേന്ദ്രീകരിച്ചാണ് ഇയാൾ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇവിടെ എല്ലാം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും ഒപ്പം തന്നെ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഒരു സാധാരണ ഗ്രാമം, ഒരു തനി ഗ്രാമം ആണ് ഈ മധുപൂർ എന്ന് പറയുന്നത്. ഇവിടം കേന്ദ്രീകരിച്ചാണ് 40 കോടിയുടെ സൗധം, അതോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ ഒരു മദ്രസയടക്കം കെട്ടിപ്പൊക്കിയത്. ഈ ചാങ്ങൂർ ബാബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ വലിയ സംഭവമാണ് എന്നുള്ളത്. ഇയാളുടെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നുള്ളതാണ്. ജലാലുദ്ദീൻ സ്വയം ചാങ്ങൂർ ബാബ എന്ന് പറഞ്ഞ് സ്വയം ആ ഒരു പേര് സ്വീകരിച്ച്, ചാങ്ങൂർ ബാബ എന്ന പേര് സ്വീകരിച്ച് ഇവിടെ മതപരിവർത്തന ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇയാളുടെ ഒരു മകനുണ്ട് ജമാലുദ്ദീൻ. അയാളും ഈ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു നീതു എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി നസ്രീനാക്കി ഇയാളുടെ കൂടെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. ഈ നസ്രീനും ജമാലുദ്ദീനും ചേർന്ന് പെൺകുട്ടികളെ, അതായത് ഈ പ്രദേശത്തെയും പുറത്തുമുള്ള പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ മതം മാറ്റുകയും ഇവിടെ വെച്ച് മതം മാറ്റുകയും ഇവിടെ ബലാത്സംഗം വരെ ഈ കെട്ടിടത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ മതിലൊക്കെ തന്നെയൊന്ന് നോക്കിയാൽ മനസ്സിലാകും. മിലിറ്ററി മേഖലയിലൊക്കെ തന്നെ കാണുന്നത് പോലെ വലിയ കൂറ്റൻ മതിൽ, പടുകൂറ്റൻ മതിൽ, അതിന് മുകളിലായി നമുക്ക് കാണാം വലിയ കമ്പികളൊക്കെ തന്നെ, ഇരുമ്പ് കമ്പികളൊക്കെ തന്നെ ചുറ്റിയ നിലയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവിടെയാണ് പാർപ്പിച്ചിരുന്നത്. ചില പെൺകുട്ടികളെ ദുബായിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയും മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്നുള്ളതും നിലവിലിപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ UP ATS-ഉം NIA-യും ED-യും IB-യും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ATS ഇതിനോടകം തന്നെ ഇയാളെ ചോദ്യം ചെയ്തു, NIA ചോദ്യം ചെയ്തിട്ടുണ്ട്. ED ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് വിദേശത്ത് നിന്നും പണം വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA-യും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇയാൾക്ക് 500 കോടിയിലധികം രൂപ പുറത്തു നിന്നും എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ 500 കോടി എന്നൊക്കെ പറയുമ്പോൾ രാജ്യമാകെ തന്നെ ഞെട്ടുന്ന കണക്കാണ്. ഒരു മതപരിവർത്തനത്തിന്, ആസൂത്രിത മതപരിവർത്തനത്തിന്, ലവ് ജിഹാദിന് 500 കോടി രൂപ എത്തുന്നു. ഇയാൾ 1000 യുവാക്കളെ ഇതിനു വേണ്ടി, ഈ ലവ് ജിഹാദ് പ്രവർത്തനത്തിനും ഈ മതപരിവർത്തനത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, വളരെ ആസൂത്രിതമായി കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇയാൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. വിധവകളായ ഹിന്ദു സ്ത്രീകളെ, സാധാരണക്കാരായ ദരിദ്രരായ ഹിന്ദു സ്ത്രീകളെ, എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഇവിടേക്ക് എത്തിക്കുക, അവരെ പ്രണയം നടിച്ച്
ഇവിടേക്ക് കൊണ്ടുവരിക, പിന്നീട് മതം മാറ്റുക, ഇതിനുള്ളിൽ റേപ്പടക്കം നടന്നിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചത്. അത്തരം ഹീനമായ കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. നിലവിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്. വളരെ ആഴത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. IBയും NIAയും EDയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം 500 കോടി രൂപ വിദേശത്തു നിന്നും മതപരിവർത്തനത്തിന് വേണ്ടി വരുന്നു. 1000 ചെറുപ്പക്കാരെ തയ്യാറാക്കി നിർത്തുന്നു മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി. അതിനുശേഷം ഈ ചില ആളുകളെ, ചില പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുന്നു. ഈ കേന്ദ്രം നിർമ്മിച്ച് 40 കോടിയുടെ കേന്ദ്രം നിർമ്മിച്ച് അതിനുള്ളിൽ മതപരിവർത്തനം നടത്തുന്നത് മാത്രമല്ല റേപ്പടക്കം നടത്തുന്നു എന്നുള്ളതാണ് തെളിയുന്നത്. എന്തായാലും ചാങ്കൂർ ബാബയ്ക്ക് തൽക്കാലം പിടിവീണിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിടുപൊടിയായി കിടക്കുന്നത് അയാളുടെ ഗേറ്റും അതിനോടനുബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് ആ കെട്ടിടം മുഴുവൻ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. 10 ബുൾഡോസറുകൾ ചേർന്ന് ഒരു ദിവസം കൊണ്ടാണ് ഇത് പൊളിച്ചടുക്കിയത്. അത് യോഗിയുടെ ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് മാത്രം ഈ കടുത്ത നടപടി ഉണ്ടായി എന്ന് പറയാം. യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശപ്രകാരം 3 തവണ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇയാളുടെ ഈ അനധികൃത മതപരിവർത്തന കേന്ദ്രം ഒറ്റ ദിവസം കൊണ്ട് 10 ബുൾഡോസറുകൾ ചേർന്ന് തല്ലി തകർത്തു, ഇടിച്ചു പൊളിച്ചിടുകയാണ് ഉണ്ടായത്. എന്തായാലും രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഒരു ഉത്തർപ്രദേശിലെ ഉത്രോളയിലെ മധുപൂരിലെ മാത്രം സംഭവമല്ല. മറ്റിടങ്ങളിലും ഇതുപോലെയുള്ള ചാങ്ങൂർ ബാബമാർ, ജലാലുദ്ദീൻ എന്ന ചാങ്ങൂർ ബാബമാർ ഉണ്ടാകാം. ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മാത്രമാണ് ഇവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള പോംവഴി. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഉത്രോള. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇത് യോഗിയുടെ ഉത്തർപ്രദേശ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം തവിട് പൊടിയായി അവിടെ കിടക്കുന്നത്. എന്താണ് അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്? അതൊരു ഗ്രാമപ്രദേശമാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. എന്നാൽ ഇത്രയും വലിയ സന്നാഹവും സംവിധാനവും ഒക്കെ ഒരുക്കിയത് കൊണ്ട് തന്നെയാണ് ഇത് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ പെട്ടതും. യോഗി ഭരണകൂടമായതുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടായി. എന്താണ് ശ്രീകാന്ത് നേരിട്ട് കണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കിയത്? രാഖി, ഈ സ്ഥലമെന്ന് പറയുന്നത് ഉത്രോള തഹസിൽ, ബൽറാംപൂർ ജില്ലയിലുള്ള ഉത്രോള തഹസിൽ പ്രദേശത്തുള്ള മധുപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അവിടേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ അവിടെ പോലീസിൻ്റെ സംരക്ഷണം ചെറിയൊരു പരിമിതമായ പ്രദേശത്തുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ ചെല്ലാൻ കഴിഞ്ഞത്. ആ പ്രദേശത്തേക്ക് മധുപൂർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ആ ബോർഡിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നിടം മുതൽ പുറത്തു നിന്നുള്ള ആളുകൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത. മധുപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവിടെ നിന്നും നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ റോഡ് സൈഡിലായി തന്നെ ഒരു പഴയ മദ്രസയും ഒരു പഴയ പള്ളിയും ഒരു പഴയ മസാറും കാണാം. അതായിരുന്നു ആദ്യകാലത്ത് ഒരു 10 വർഷമൊക്കെ മുമ്പ് ഈ ജലാലുദ്ദീൻ എന്ന ചാങ്ങൂർ ബാബ അയാളുടെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ച സ്ഥലം. അവിടെ നിന്നാണ് ശരവേഗത്തിൽ അയാളുടെ വളർച്ചയുണ്ടാകുന്നത്. നമ്മൾ ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ തന്നെ കുറേയധികം ആളുകൾ നമുക്ക് ചുറ്റും കൂടിയിരുന്നു. നമ്മൾ പോലീസുകാരുണ്ടായതുകൊണ്ട് മാത്രം, UP പോലീസ് അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം, CRPFൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ സ്വസ്ഥമായി നിൽക്കാൻ കഴിഞ്ഞത്. നമുക്കവിടെ സമാധാനമായി നമ്മുടെ ഷൂട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. ചെന്ന സമയം മുതൽ തന്നെ നമുക്ക് പിന്നാലെ ആളുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവശാലും അവിടെ പോലീസിൻ്റെയോ CRPFൻ്റെയോ സംരക്ഷണമില്ലാതെ ആ പ്രദേശത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ചാങ്ങൂർ ബാബയുടെ ജലാലുദ്ദീൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അവിടം കേന്ദ്രീകരിച്ച് അയാൾ 10 കൊല്ലമായി ഈ പ്രവർത്തനം നടത്തുകയാണ് ഉണ്ടായത്. പ്രധാനമായും ചെയ്തത് വിധവകളായ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിക്കുക. അതിന് അയാളെ സഹായിക്കുന്നത് നീതു എന്ന പേര് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നസ്രീൻ എന്ന പേരിൽ മതം മാറിയ നസ്രീനാണ്. ഇയാളുടെ മകൻ ജമാലുദ്ദീൻ കൂടി ഇതിൽ പങ്കാളിയാണ്. 1000 യുവാക്കളെ, മുസ്ലിം യുവാക്കളെ ഇതിനുവേണ്ടി ഇയാൾ തയ്യാറാക്കി നിർത്തിയിരുന്നു. അവരെ കൊണ്ട് പ്രണയം നടിപ്പിച്ചാണ് ഈ യുവതികളെ മുഴുവൻ വലയിലാക്കുന്നത്. ശേഷം ഇയാളുടെ ഈ മദ്രസ ഉൾപ്പെടുന്ന 40 കോടിയുടെ സൗധം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം അവിടെ കൊണ്ടുവരും, പിന്നീട് അവിടെ വെച്ചാണ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്നും
ആ മതം മാറ്റുന്നതിന് വേണ്ടി ഇയാൾക്ക് വിദേശത്ത് നിന്നും 500 കോടി രൂപ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും എത്തി എന്ന് EDയും അതോടൊപ്പം NIAയും ATSും IBയും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇയാൾ ഏതാണ്ട് 40 അക്കൗണ്ടുകളിലൂടെയാണ് ഈ പണം കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. യുവതികളായ ഈ ഹിന്ദു യുവതികളെ പിന്നീട് ദുബായിലേക്കും മറ്റും ജോലിക്കെന്ന വ്യാജേന കൊണ്ടുപോവുകയും അവിടെ ഈ വേശ്യാവൃത്തി അടക്കം അവർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്തായതിനാൽ, യോഗി ആദിത്യനാഥിൻ്റെ പ്രദേശത്തായതിനാൽ, UPയിലായതിനാൽ മാത്രം നടപടിയുണ്ടായി. അതിൽ കൃത്യമായ തെളിവുകൾ കിട്ടിയതോടെ ചാങ്ങൂർ ബാബയ്ക്ക് പിടിവീണു. 40 കോടിയുടെ സൗദം 1 മണിക്കൂർ കൊണ്ട് 10 ബുൾഡോസറുകൾ നിരന്ന് നിന്ന് ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ അവിടെ ചെന്നാൽ കാണാം. കർശനമായ നടപടി സ്വീകരിച്ചു. ഒരു തവണ കൂടി അവിടേക്ക് പോയി അവിടെ ഷൂട്ട് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം അത്രയധികം ഭയക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ മധുപൂർ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പല ആളുകളോടും ഒരു പ്രതികരണം തേടിയിരുന്നു നമുക്കൊരു ബൈറ്റിന് വേണ്ടി. പക്ഷേ ചാങ്ങൂർ ബാബയുടെ ആ മതപരിവർത്തന കേന്ദ്രത്തിൽ യോഗി സർക്കാർ ബുൾഡോസർ വച്ച് തകർത്ത് കളഞ്ഞ ആ മതപരിവർത്തന കേന്ദ്രത്തിൽ നേരിട്ടെത്തി ജനം TV സംഘം ശ്രീകാന്ത് നേരിട്ടെത്തി കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമ്മളുമായി പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്ക് തന്നെയാണ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റു മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് തീരുമാനമായേക്കും. കുട്ടിയുടെ അമ്മ സുജ വിദേശത്ത് നിന്ന് നാളെ നാട്ടിലെത്തും. അതേസമയം ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലുമാണ്. ബാലാവകാശ കമ്മീഷനും വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. അതിനിടെ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു. സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. വിവരങ്ങൾ നൽകാനായി മിഥുന്റെ വീടിന് മുന്നിൽ നിന്ന് സുധീഷ് ഗോപാലുമൊപ്പം രാജീവുമാണുള്ളത്. രാജീവുള്ളത് സ്കൂൾ പരിസരത്താണ്. രാജീവ്, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ആ വിവരം, അതായത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് നടപടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു നടപടി ഒതുക്കാനാണോ ഭരണകൂടത്തിൻ്റെയൊക്കെ തീരുമാനം? എങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഒരു സസ്പെൻഷൻ എന്ന ഒരു വാർത്തയെ വിലയിരുത്താൻ സാധിക്കുക? രാഖി, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ഗുരുതരമായ വീഴ്ച സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, KSEBിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോഴൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇവരെല്ലാം രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇന്നും വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. 11 മണിയോടുകൂടി തന്നെ ABVPയുടെ മാർച്ചുണ്ട്, യുവമോർച്ചയുടെ മാർച്ചുണ്ട്, KSE യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടേക്ക് മാർച്ച് നടത്തും, RYFI പ്രവർത്തകരും ഇവിടേക്ക് മാർച്ച് നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ സ്കൂൾ പരിസരം പോവുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ കുറ്റക്കാർ എന്ന് പറയുമ്പോൾ അത് കേവലം പ്രിൻസിപ്പലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആരാണോ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ യുവജന സംഘടനകളുമൊക്കെ മുന്നോട്ട് വെക്കുന്നത്. കാരണം പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പല തലത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അതിനൊന്നും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല. ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ സ്കൂളിന് മുകളിലേക്കുള്ള വൈദ്യുതി ലൈൻ കഴിഞ്ഞ ദിവസം തന്നെ അഴിച്ചു മാറ്റിയെന്നാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റിയിട്ടില്ല. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെയാണ് പറഞ്ഞത് ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റി, അത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് അഴിച്ചു മാറ്റി എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെയാണ്. പക്ഷേ നമുക്കിപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ വൈദ്യുതി ലൈൻ ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവിടെയാണ് വിദ്യാർത്ഥിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അതായത് ആ ഷീറ്റിന് മുകളിലേക്ക് നടന്ന് വരുന്നതിനിടെയാണ് വിദ്യാർത്ഥിക്ക് ദാരുണമായ ഒരു മരണം സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ആ വൈദ്യുതി ലൈൻ അവിടെ തന്നെ തുടരുകയാണ്. യാതൊരു തരത്തിലുള്ള ഇടപെടലും KSEBിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്നത് ഇവിടേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുക മാത്രമാണ്. ആ ലൈൻ അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇതിനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞത്. ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്, മാത്രമല്ല ബാക്കി സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളോ മറ്റോ ഇത്
ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഒരു മരണം സംഭവിച്ച് 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പോലും കൃത്യമായൊരു ഇടപെടൽ ഇവിടെ നടക്കുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ആ അപകടത്തിന് സമാനമായ രീതിയിലാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് മന്ത്രിമാർ ഒന്ന് പറയുന്നു, പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിവിധ യുവജന സംഘടനകളും പ്രദേശവാസികളുമൊക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ പരിസരത്ത് കൂടി നടന്നു പോകുന്ന ആർക്കും ഈ നേരെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റോഡിലാണ്. ഈ ഗേറ്റുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഈ റോഡിൽ നിന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയാണ് അവിടെയുള്ളതെന്ന്. ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിന് മുകളിൽ കൂടി ഈ വൈദ്യുതി ലൈൻ പോകുന്നു. അതിന് മുകളിലായി ഷീറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ആ ഷീറ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു കയറാവുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളാണ് അവർ. ഏതായാലും അത്തരം പ്രവർത്തികളൊക്കെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടെയാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ പാലിക്കാതെ ആ വൈദ്യുതി ലൈൻ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മാറ്റാൻ സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ KSEBയോ ശ്രമിച്ചില്ല എന്ന് തന്നെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്. നേരത്തെ പല പ്രദേശവാസികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ CPMന്റെ ഭരണമാണ്, CPMന്റെ മാനേജ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. CPM നേതാവാണ് ഇതിൻ്റെ മാനേജർ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേരത്തെ പല ഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപായി യോഗം ചേരുകയും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും പരിശോധിച്ചിട്ടുണ്ട്. സുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് ചെന്നാൽ മാത്രം മതി. അവർക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത്. പക്ഷേ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ ഈ രീതിയിലൊക്കെയാണ്. ആരാണ് ഈ സ്കൂളുകൾ പരിശോധിച്ചത് എന്ന ചോദ്യത്തിന് പോലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവില്ലാത്ത അവസ്ഥയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുക. പല സ്കൂളുകളിൽ നമുക്കറിയാം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാറില്ല. പക്ഷേ ഇവിടെ ഇത്രയും ഗുരുതരമായൊരു ചട്ടലംഘനം നടന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച നടന്നിട്ടും ഇതിനൊക്കെ ഫിറ്റ്നസ് നൽകി എന്ന് പറയുമ്പോൾ തന്നെ CPMന് ഈ സ്കൂളിലെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ചില നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്, രക്ഷകർത്താക്കൾ നമ്മളോട് പറഞ്ഞത് അവരെ സ്വാധീനിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഈ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ ഇവിടേക്ക് ചേർക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്താറില്ല. പലപ്പോഴും രക്ഷകർത്താക്കൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഉടനെ പരിഹരിക്കാം എന്ന് മാത്രമാണ് നിലവിൽ പറയുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാറില്ല എന്നാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 മണിയോടുകൂടി തന്നെ കൂടുതൽ യുവജന സംഘടനകളുടെ മാർച്ച് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് കേവലം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയല്ല, അതിനും ഉപരിയായി അസ്വാഭാവിക മരണത്തിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നതിന് പകരം കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. സ്കൂൾ മാനേജർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് നിലവിൽ യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാകും ഇന്നും ഉണ്ടാവുക. ഏതായാലും വലിയ രാജീവ് തുടരുക. നമുക്ക് മിഥുന്റെ വീടിന് പരിസരത്ത് നിന്ന് സുധീഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, താങ്കൾ ഇപ്പോൾ ഉള്ളത് വിളന്തറ ഗ്രാമത്തിലാണ്. വിളന്തറ ഗ്രാമം ഇപ്പോൾ ശോകമൂകമാണ്. ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് പറയാവുന്നതിനും അപ്പുറമാണ്. രാവിലത്തെ വാർത്തയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് കരുതി, പക്ഷേ നമ്മൾ ബോധപൂർവം ആ ദൃശ്യങ്ങൾ മാറ്റിവെച്ചു. കാരണം ആ ഹൃദയഭേദകമായ ആ കുടുംബത്തിൻ്റെ കരച്ചിൽ നാട്ടുകാരിലേക്ക് ഇപ്പോൾ എത്തിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. എന്തായാലും ആ കുടുംബത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? അമ്മ 4 മാസം മുൻപ് കുവൈത്തിൽ പോയതാണ്, ഇപ്പോൾ ഉള്ളത് തുർക്കിയിലാണ്. അവിടെ നിന്ന് നാട്ടിലെത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴേക്കായിരിക്കും നാട്ടിലെത്തുക എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിൽ പോലും നാളെയോടുകൂടി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ 4 മാസം മുമ്പാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മിഥുൻ്റെ അമ്മ വിദേശത്തേക്ക് പോയത്. ആദ്യം കുവൈറ്റിലായിരുന്നു, അവിടെ നിന്ന് പിന്നീട് തുർക്കിയിലേക്ക് മാറി. ജോലിയുടെ ഭാഗമാണ് ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോയത്. എന്നാൽ ആ പ്രതീക്ഷയിൽ വലിയ തകിടം മറിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അമ്മയെ ഇന്നലെ വൈകിട്ട് മാത്രമാണ് ഈ വിവരം അറിയിക്കാൻ സാധിച്ചിരുന്നത്. രാവിലെയും മറ്റു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. വൈകിട്ടോടെ അറിഞ്ഞു. ഇനിയും എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം BJP നേതാക്കളടക്കം
അത് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നാളെ എത്തും എന്നതിലും ഒരു അന്തിമമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും വളരെ ശോക ഒരു സാഹചര്യമാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി BJP നേതാക്കളടക്കം വിവിധ മേഖലയിൽ നിന്നുള്ളവരൊക്കെ ഈ വീട്ടിലേക്ക് എത്തും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്നുമാണ് മിഥുൻ വളരെ പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും ഇവരുടെ ഈ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശം സ്ഥിതിയിലാണുള്ളത്. നല്ല കെട്ടുറപ്പുള്ള ബലവത്തായ ഒരു വീട് പോലും ഇവർക്കില്ല എന്നത് തന്നെ പറയേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അമ്മ ഇവിടെ നിന്ന് വിദേശത്ത് ജോലി തേടി പോയത്. അച്ഛനും ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു സഹോദരനാണ് മിഥുന് ഉള്ളത്. ഇവരുടെ മുന്നിലേക്കാണ് ഇനിയും മിഥുൻ്റെ ചേതനയെ അറ്റ മൃതദേഹം ഇവിടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. അമ്മയുടെ വരവ് എപ്പോഴുണ്ടാകും എന്നതിലൊരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷമേ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ. എന്തു തന്നെയായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ആയാലും എല്ലാം വളരെ പ്രിയപ്പെട്ടവനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. കാരണം അവരുടെ സമീപവാസികളോടായാലും എല്ലാം തന്നെ വളരെ സൗഹൃദത്തോടെ ഒക്കെ ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു. രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, ഇന്ന് രാവിലെ ശിവൻകുട്ടി നടത്തിയ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞതുപോലെ ഒരിക്കലും ഈ കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടി സ്വയം മുകളിലോട്ട് കയറി ചെന്ന് മരണത്തിലേക്ക് നടന്നു ചെന്നതല്ലേ എന്നുള്ള രീതിയിലുള്ള ചിഞ്ചുറാണിയുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ഈ സ്കൂളിലെ നിലവിലെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സംശയം. കാരണം രാജീവ് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴും ഈ ലൈൻ കമ്പി അവിടെയുണ്ട്. കൃത്യമായ നടപടി പിന്നീടും KCBയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ നാട്ടുകാർ തടിച്ചുകൂടുന്നുണ്ടോ? എന്താണ് നമുക്ക് ഈ മന്ത്രിയുടെ പ്രതികരണം വരുമ്പോൾ പോലും നമുക്ക് അതിൽ നിന്നൊന്നും ഒരു തൃപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. രാഗി, എന്തായാലും ഈ കുട്ടി വലിഞ്ഞു കയറി അവിടേക്ക് പോയതല്ലേ എന്ന് ചോദിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അതായത് PK ഗോപൻ. അദ്ദേഹമായിരുന്നു ഈ സ്കൂളിൻ്റെ പഴയ മാനേജർ എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു മാനേജർ. അതിനുശേഷമാണ് പുതിയ മാനേജർ എത്തുന്നത്. അദ്ദേഹമാണ് ആദ്യം ആ ഒരു പ്രസ്താവന നടത്തിയത്. ഏതായാലും പിന്നീട് ആ പ്രസ്താവനയൊക്കെ മാറ്റിയെങ്കിൽ പോലും പ്രസ്താവന അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനൊപ്പമാണ് ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളുള്ളത്. ആ വൈദ്യുതി ലൈൻ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വൈദ്യുതി ലൈൻ മാറ്റിയിട്ടില്ല, മാറ്റി സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരുപക്ഷെ മന്ത്രിക്ക് യാഥാർത്ഥ്യം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും നാട്ടുകാർ ഒരുപാട് ഇവിടേക്ക് തടിച്ചു കൂടുന്നുണ്ട്. കാര്യം പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും ദാരുണമായൊരു അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തം. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പാർട്ടിയുടെ സ്കൂളല്ല എന്നാണ്, CPM-മായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും പ്രദേശവാസികളോട് നമുക്കൊന്ന് ചോദിക്കാം, ഇത് CPM-ന്റെ സ്കൂൾ തന്നെയാണോ എന്ന്. ഇത് CPM-ന്റെ സ്കൂളാണ്. പിന്നെ CPM-ന്റെ സ്കൂളല്ലേ? CPM-ന്റെ മാനേജറാണല്ലോ. ആരാ പറഞ്ഞ CPM-ന്റെ അല്ലെന്ന്? കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ പണ്ടുതൊട്ടേ CPM-ആ ഭരിക്കുന്നത്. CPM-ന്റെ മാനേജറാണ് ഇപ്പോൾ ഉള്ളതും. CPM തന്നെ, CPM-ന്റെ പാർട്ടി തന്നെ ഇത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ 100 വർഷമായതാണ്. ഈ 100 വർഷമായ സ്കൂളാണ് ഇത്. പ്ലസ് ടു ഒക്കെ വരേണ്ട വർഷങ്ങൾ കഴിഞ്ഞു ഇതിൻ്റെ ഈ മാനേജ്മെൻറ്റ് നിന്നിട്ട്. വേറെ എത്ര സ്കൂളുകൾ +2 ആയിട്ടുണ്ട് ഇതിന് പുറകിൽ വന്ന സ്കൂളുകൾ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുള്ള ബാത്റൂം അതാ കാണുന്നുണ്ടല്ലേ. അത് ഇട്ടിട്ടാണ് അതാണ് ഈ ഫ്രണ്ടിലെ ഗേറ്റ് എത്ര ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് എന്ത് കാരണത്താലാണ് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വലിയ മതിൽ? ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ വർഷാവർഷം അഡ്മിഷനുണ്ട്, ഓരോ അധ്യാപകരെ നിയമിക്കുക. ഈ അധ്യാപകരെല്ലാം രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഇതിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും നിരന്നിവിടെ ഇരിക്കുന്നതാണ്. എന്ത് കാരണത്താലാന്ന് നമുക്കറിയത്തില്ല. ഇത്രയും നിൽക്കുന്നതിനകത്ത് 2 അധ്യാപകർ ഇവിടെ ഇന്നായിരുന്നെങ്കിൽ ഈ കുട്ടി ഇതിൻ്റെ മേളിൽ കയറുമായിരുന്നു. കയറത്തില്ല. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ക്യാമറയിൽ നോക്കിയാൽ മതിയല്ലേ എവിടെയൊക്കെ പിള്ളേർ എവിടെയൊക്കെ കയറുന്നതെന്ന് കാണാൻ പറ്റത്തില്ലേ? ഇവിടെ ഉത്തരവാദിത്വമില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നല്ല സ്കൂളായിരുന്നു, പേരുകേട്ട സ്കൂളാണ്. ഇപ്പോൾ ഈ സ്കൂൾ അതമ്പതിച്ചു. ഇവിടെ പ്രേമവും മറ്റു കാര്യങ്ങളും അടിനാശവും വെള്ളപ്പൊക്കവും അല്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇല്ലെന്ന് പറയട്ടെ വരും. ഇവിടെ അവരെ പ്രേമിച്ച് ഇവരെ പ്രേമിച്ച് മറ്റവരെ പ്രേമിച്ചെന്നും പറഞ്ഞ് ഈ സ്കൂളിനകത്ത് അടിയാണ്. ഇവിടെ എന്തോ വിദ്യാഭ്യാസം നടക്കുന്നത്? ഇവിടെ ഒരു കാര്യം നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മോൻ ഇതിൻ്റെ മേളിൽ കയറി ഇത് വീഴേണ്ട കാര്യം വന്നത് അല്ലേ? രാവിലെ വന്ന പയ്യനാണ്. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഈ
സാധാരണ ആര് വേണേലും നോക്കിയാൽ മനസ്സിലാക്കുക ഒരു വലിയ അപകടം അവിടെ ഉണ്ട് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന. ഇവിടുത്തെ KSEB ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ അളന്നു നോക്കിയത്? ഈ KSEBയിൽ ഇടയ്ക്ക് പോസ്റ്റ് ഇടേണ്ടത്, പോസ്റ്റ് ഇടാതെ ഈ ലൈൻ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ നടക്കണമെന്നറിയോ? ഇത് കെട്ടിയപ്പോൾ ഇതറിയാവുന്നാൽ ഇത്രയും പൊക്കെ ഉള്ളത് എന്തുകൊണ്ട് അവർ മാറ്റിയില്ല? അതുകൊണ്ട് അത് KSEBയുടെ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയത് ആ കാട് കയറി കിടക്കുന്നത്. ഇവിടെ ടച്ച് വെട്ടിയിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും പിള്ളേർ കയറി കറണ്ട് അടിച്ച് മരിച്ചാൽ എന്ത് ചെയ്തേനായിരുന്നു വരും? ഇത് തന്നെ നടക്കുന്നത് ഇവിടെ. ഈ സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ്, ഓഫീസ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാറുണ്ട്? അദ്ദേഹത്തിനുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് മരം നട്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇതില്ല, അന്ന് കക്ഷി വന്ന് മരം നട്ടിട്ട് പോയത് കക്ഷി. അതിന് കുഴപ്പമൊന്നുമില്ല കക്ഷി. മറ്റ് സ്കൂളിന് ഒറ്റ പ്രശ്നമില്ല, സ്കൂള് നല്ല രീതിയിലാണ് നടക്കുന്ന കക്ഷി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കറക്റ്റാണ് കക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഏതായാലും ഈ നാട്ടുകാർ പലതവണ ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ്, എന്നിട്ട് പോലും പരിഹരിക്കാൻ ശ്രമം നടക്കുന്നില്ലല്ലേ? അതിന് ഇവിടെ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ 100 വർഷമായ സ്കൂളുകളാണ്, ഞങ്ങൾ പഠിക്കൊണ്ടിരുന്ന സ്കൂളുകളാണ്. എത്ര അധ്യാപകർ പുതിയത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. എത്ര പുതിയ അധ്യാപകരുണ്ട്, എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇതുവരെ മാറ്റമില്ലല്ലോ. ഇപ്പം എത്രയോ സമരം ഉണ്ടായി, ഇവിടെ ഒരു സ്കൂൾ കത്തിയതിൻ്റെ പേരിലാണ് അന്ന് ഇതൊരു കെട്ടിടം വന്നത്, അല്ലെങ്കിൽ അതും വരുന്നില്ലായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം PK ഗോപൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹം ഈ സ്കൂളിൻ്റെ മാനേജറായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടി വലിഞ്ഞു കയറി അവിടേക്ക് പോയതല്ലേ എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. പിള്ളേരാകുമ്പോഴേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാവേ കയറും, മരത്തേ കയറും, എല്ലായിടവും കയറും. എന്താ പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേരാണോ? അല്ല. ഇവിടെ പണ്ട് തൊട്ടേ ഒരു കളിയുണ്ട്, നമ്മൾ ഈ ചെരുപ്പ് വെച്ച് കളിക്കുന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുണ്ട് ഇവിടെ. ഈ അമ്പഴങ്ങയുടെ ഒരു അരിയുണ്ട്, അത് വെച്ച് കളിക്കുന്നതാണ്. കളിക്കുന്നിടയ്ക്ക് ചെരുപ്പ് പോയി, പയ്യൻ കയറാൻ അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ആണോ? മറിച്ച് ആ പയ്യൻ കയറുന്ന സമയത്ത് ആരെങ്കിലും അധ്യാപകർ കാണാനുണ്ടായിരുന്നു? അതും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പഞ്ചായത്തിൻ്റെ അതുകൊണ്ടൊരു ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് മൊത്തം പാമ്പുകളാണ് കയറുന്നത് ആ സ്കൂളിൻ്റെ സൈഡിൽ. നോക്കിയാൽ നിങ്ങൾ പോയി, ഇതൊക്കെ തന്നെ നടക്കുന്നത്. രാഗിതാലും തീർച്ചയായും പ്രദേശവാസികളുടെ ഒരു പ്രതികരണം ഈ രീതിയിലാണ്. അതായത് വളരെ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. കാരണം വലിയ രീതിയിലുള്ള വീഴ്ച സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. ഈ സ്കൂളിൻ്റെ ഒരു ഗതികേട് ഒരു പക്ഷേ നമ്മൾ പറയുന്നതിനൊക്കെ അപ്പുറത്തായിട്ട് അവരുടെ ഒരു വൈകാരികമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ആരോട് ഈ പ്രശ്നങ്ങൾ പറയാൻ? കാര്യം MLAയുടെ വീട് ഇവിടുന്ന് ഒരു 400 മീറ്റർ സമീപത്തായാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ആ വിഷയങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്? ഈ സ്കൂൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാം പഠിച്ചൊരു വലിയൊരു സ്കൂളാണിത്. ഒരുപാട് പാരമ്പര്യങ്ങൾ അവകാശപ്പെടാൻ പറ്റുന്നൊരു സ്കൂളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരു പിതാവെന്ന നിലയിൽ ഞാൻ പോലും ആ കുഞ്ഞിൻ്റെ മരണത്തെ ആ രീതിയിൽ കാണുന്നു. കണ്ടില്ലേ, ആ കുഞ്ഞ് മേളിൽ കയറി വന്ന് എടുക്കുന്നത് വരെ ഇവിടുത്തെ അധ്യാപകർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ ഇങ്ങോട്ട് വിടുന്നത്? ഒരുപാട് പാരമ്പര്യമുള്ളൊരു സ്കൂളാണ്. ഇവിടുന്ന് മഹാരഥന്മാർ ഒരുപാട് പേര് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ നടന്നതെന്നുള്ളത്. തീർച്ചയായും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അധികാരികളാണ്. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ഓടിക്കളിക്കുന്നു. ഇപ്പോഴത്തെ പഠനം അങ്ങനെ തന്നെയല്ലേ നയവും? കാരണം കളിക്കുക പഠിക്കുക എന്നതാണ്. അപ്പം കളിക്കാൻ വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചറിയില്ല ആ പോകുന്ന കറണ്ടാണെന്നോ അതിനകത്തുനിന്ന് ഇത് വരും. കുഞ്ഞ് സ്വാഭാവികമായിട്ടും അവൻ്റെ ചെരുപ്പല്ല, ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പാണ് അവനെടുക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ ആ ചെരുപ്പ് എടുത്ത് കൊടുക്കുന്ന നേരത്ത് കാല് തന്നെയും കുഞ്ഞിനറിയില്ല മേളിൽ കൂടെ പോകുന്ന ലൈനാണ് കയറി പിടിക്കുക. അങ്ങനെ ആ കുഞ്ഞിന് ആ ഒരു മരണം സംഭവിച്ചത്. തീർച്ചയായും അതിനെ മറ്റു രീതി ചിത്രീകരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മാനസിക വിഷമമുണ്ട്. കുഞ്ഞ് എന്തിനാ എൻ്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ മാനസികമായ ഒരു വിഷമമുണ്ട്. കാരണം കുഞ്ഞുങ്ങളെല്ലാം മരത്തേലും മാവേലും ഒക്കെ കയറി തന്നെയാണ് വളരുന്നത്. അല്ലാതെ രാവിലെ വന്ന് സൂട്ട് വിട്ടുകൊണ്ടിരിക്കുകയല്ലല്ലോ കുഞ്ഞുങ്ങൾ. ഒരു വീഴ്ച മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നുന്നു അല്ലേ? കാര്യം അത് സംസാരിച്ചത് സ്കൂളിൻ്റെ പഴയ മാനേജറാണ്. അതായത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പഴയ മാനേജർ കൂടിയാണ്. തീർച്ചയായും അദ്ദേഹം വളരെ പക്വതയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വന്നത് മാനസികമായി വ്യക്തിപരമായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു കുഞ്ഞ് ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ ഓടിക്കളിച്ചു. അതിനെ ആ രീതിയിൽ പറഞ്ഞതിനോട് എനിക്കും വിയോജിപ്പതുണ്ട്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. അത് തന്നെയാണ് രാജീവ്. ഏതൊരു വ്യക്തിക്ക് മാനസികമായി വ്യഥയുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. കുട്ടികളാകുമ്പോൾ ഓടും ചാടും മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന പ്രായമാണ്. അതൊക്കെ കൃത്യമായി നോക്കേണ്ടത് സ്കൂൾ അധികൃതരായിരുന്നു. കൃത്യമായ നടപടി എടുക്കേണ്ടത് KSEB ആയിരുന്നു. എന്തായാലും വീഴ്ചകൾ വളരെ വ്യക്തമാണ്. അത് മന്ത്രിമാർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. രാജീവ്, തുടരാൻ രാജീവ്.
രാഖി, എന്തായാലും ഇവിടെ എത്തിയതിനു ശേഷം കൂടുതൽ ആളുകൾ ഇങ്ങനെ പ്രതിഷേധവുമായി എത്തുകയാണ്. ഒരുപക്ഷേ ഈ സ്കൂളിൻ്റെ പ്രദേശത്തുള്ളവരാണ്, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ദാരുണമായ സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടമ്മയാണ് നമുക്കിപ്പം ചേരുന്നത്. എങ്ങനെ കാണുന്നു ഇങ്ങനെ? പേര് KS മിനി എന്നാണ്. ഞാൻ LDFിൻ്റെ അകത്ത് തന്നെയുള്ള RJD രാഷ്ട്രീയ ജനതാദളിൻ്റെ കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. ഈ ദാരുണ്യമായ സംഭവം വളരെ വേദനയുണ്ടാക്കി. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ്, അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു എന്ന് പറയുന്നു, സ്പോർട്സിൽ എല്ലാത്തിലുമുള്ള ഒരു കുഞ്ഞ് ഇതിനകത്ത് കയറിയപ്പോൾ തീർച്ചയായും സ്കൂൾ അധികൃതർ ഈ ഷെഡ് നിർമ്മിച്ചതും അതുപോലെ തന്നെ ഈ KSEB ഈ ലൈൻ പോകുന്നതും ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഇവിടുത്തെ PTA അംഗങ്ങൾ 24 മണിക്കൂർ ഇതിനകത്ത് കയറി ഇറങ്ങുന്ന PTA അംഗങ്ങളുണ്ട്, എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ടേമിൽ ഇവിടെ PTA അംഗമായിട്ടിരുന്നതാണ്. ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ PTA, എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ PTA അംഗമാവുന്നത്. അവരുടെ പാർട്ടിക്കാരല്ലാതെ ഒരാളെ പോലും PTA അങ്ങനെ ഞാൻ വളരെ അധികം പ്രതിഷേധിച്ചിട്ടുണ്ട് ഇവിടെ PTA അംഗമാകണമെന്ന്. അങ്ങനെ ഷിബു KC എന്ന് പറയുന്ന ഒരു സഖാവാണ് എന്നെ മിനി സഖാവിനെ PTA കമ്മിറ്റിയിൽ എടുത്തു എന്ന് പറഞ്ഞ് എന്നെ PTAയിൽ എടുത്തത്. എന്നിട്ട് PTA വന്നപ്പോഴും ഞാൻ ഇവിടെ പാമ്പിൻ്റെ ശല്യമുണ്ട്, അന്ന് ഗോപിക ടീച്ചർ HM ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ മോൻ വന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രഥമ അധ്യാപികയായിരുന്ന അന്നത്തെ ഗോപിക ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പൂർണ്ണമായി ഒരു CPM നിയന്ത്രണത്തിലാണോ ഈ സ്കൂൾ? അതെ, തീർച്ചയായിട്ടുമാണ്. ഇവിടെ കുറേ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ്. ഈ പ്രാവശ്യം വന്ന ജോസ് ആൻ്റണി സാറിനെ എനിക്ക് തോന്നുന്നു ഞാൻ ശക്തമായിട്ട് ഈ പുറത്തു നിന്നും അകത്തു നിന്നും പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് CPM അല്ലാത്ത ഒരാളെ ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് എടുത്തത്. തീർച്ചയായും എന്തായാലും ഈ കൂടുതൽ പ്രദേശവാസികൾ ഇങ്ങനെ പ്രതിഷേധവുമായി എത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധങ്ങൾ വളരെ ശക്തമാകാനുള്ള സാധ്യതയാണ് രാഖി നിലനിൽക്കുന്നത്. ശരി രാജീവ്, മനോജിലേക്ക് കൂടി പോവുകയാണ്. മനോജ് സ്കൂളിന്റെ പരിസരത്താണുള്ളത്. മനോജ്, ഇന്ന് രാജീവ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പതുണ്ട്. ABVP ജില്ലാ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. BJP ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് താലൂക്ക് ആശുപത്രിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ നാളെ വിദേശത്ത് നിന്ന് എത്തും എന്നാണ്, തുർക്കിയിലാണ് വരിക. അത്ര എളുപ്പമല്ല എങ്കിൽ പോലും അമ്മയെ കുഞ്ഞിൻ്റെ മരണവിവരം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനോജ്? രാഖി, മിഥുൻ്റെ അമ്മ ഈ നേരത്തെ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്നും അവിടെയുള്ള കുടുംബത്തോടൊപ്പമാണ് തുർക്കിയിലേക്ക് യാത്ര പോയത്. ഈ യാത്ര പോകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അമ്മയെ വിളിക്കുവാൻ വേണ്ടി, അതായത് വീട്ടുകാരൊക്കെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടമൊന്നും തന്നെ ഫോണിൽ ബന്ധപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു വിവരം അമ്മ അറിയുന്നത്. അപ്പോൾ അമ്മയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. എന്തായാലും നാളെയോടുകൂടി അമ്മ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അമ്മ വന്നതിന് ശേഷമാകും ഈ 13 വയസ്സുകാരൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിലിപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അവിടെ നിന്നും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിയും ഒക്കെ എത്തിയത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. അതേസമയം തന്നെ ഈ സ്കൂളിന് മുൻവശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതായത് BJP യുവമോർച്ചയൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു. ഈ സ്കൂളിലും സ്കൂളിനുള്ളിലേക്കും അവർ കയറി. ABVPയുടെ നേതൃത്വത്തിലുള്ള ABVP സംസ്ഥാന സെക്രട്ടറി അടക്കം ഇവിടേക്കെത്തി വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇന്നും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ശരി മനോജ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് മിഥുന്റെ മരണത്തിൽ കൊല്ലം തേവരക്കരയിൽ അലയടിക്കുന്നത്. ഇനി ശബരിമലയിലേക്കാണ്. മഴ തോരാത്ത കർക്കിടക പുലരികളിൽ അയ്യപ്പ ദർശന സായുജ്യം നേടി ഭക്തജനങ്ങൾ. കനത്ത മഴയുള്ള കാലാവസ്ഥയിലാണ് 2 ദിവസമായി ശബരിമല സന്നിധാനം. 22,232 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. പൂജകൾ പൂർത്തിയാക്കി. 21 രാത്രി 10 നട അടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, കർക്കിടക പുലരിയിൽ എത്രത്തോളം തിരക്കുണ്ട് ഇന്ന് സന്നിധാനത്ത്? രാഗി, ശരാശരി തിരക്കുണ്ട്. കനത്ത മഴയാണ്. 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. രാവും പകലും മഴയുള്ള കാലാവസ്ഥയാണ് സന്നിധാനത്ത്. ഇന്ന് പുലർച്ചെയും തണുത്ത കാലാവസ്ഥയിലാണ് ഭക്തജനങ്ങളെല്ലാം അയ്യപ്പ ദർശനം നടത്തുന്നത്. ശബരിമല പാതയിലെല്ലാം മഴയുണ്ട്.
ഭക്തജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി സന്നിധാനത്തേക്ക് എത്തേണ്ട ദിവസങ്ങളാണ്. വഴുക്കലുണ്ട് മല കയറി വരുന്ന ഭാഗങ്ങളിലെല്ലാം. ഒപ്പം തന്നെ മറ്റ് പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെ പമ്പയിൽ ഇറങ്ങുന്ന ഭക്തജനങ്ങളും മല കയറുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളുമെല്ലാം ഈ കനത്ത മഴയുള്ള കാലാവസ്ഥയിൽ അതീവ ജാഗ്രതയോടുകൂടി ദർശനത്തിന് എത്തണമെന്നുള്ള കാര്യവും ഓർമ്മിക്കേണ്ടതുണ്ട്. ശരാശരി തിരക്കാണ് രാവിലെ അനുഭവപ്പെടുന്നത്. നട തുറന്ന ആദ്യ ദിവസം 9,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 22,000-ഓളം ഭക്തജനങ്ങളുമാണ് ദർശനം നടത്തിയത്. ഇന്നും രാവിലെ ശരാശരി തിരക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ കാര്യമായ ഭക്തജന തിരക്ക് വലിയ ശബരിമലയിലെ സാധാരണ ദിവസങ്ങളിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെയൊക്കെ ആ തിരക്ക് വെച്ച് നോക്കുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഭക്തജനങ്ങൾക്ക് സാവധാനം 18-ാം പടി കയറി ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യമൊക്കെ ഇന്ന് ഉണ്ട്. ഓരോ പടിയും തൊഴുത് കയറി വരുന്നതിനുള്ള ആ ഒരു പുണ്യം നൽകുന്ന ആ ദിവസങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങൾ പോകുന്നത്. അങ്ങനെ സാവധാനം ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ട്. നടപ്പന്തലിൽ നിന്നും ക്രമാനുഗതമായി തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ഘട്ടം ഘട്ടമായി ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്കും മറ്റും കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒപ്പം ഫ്ലൈ ഓവർ മുഖേനയുള്ള ദർശനവും ക്രമീകരിച്ചിട്ടുണ്ട്. തിരക്ക് അല്പം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സമയവും ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നു എന്നുള്ള കാര്യവുമുണ്ട്. മലയാളികളാണ് സാധാരണ മാസപൂജാ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളടക്കം കൂടുതലായി ഈ ദിവസങ്ങളിൽ ദർശനത്തിന് എത്തുന്നുണ്ട്. മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്നു. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഈ കർക്കിടക മാസ പൂജാ ദിവസങ്ങളിൽ കൂടുതലായി എത്തുന്ന കാഴ്ചയും സന്നിധാനത്ത് നിന്ന് കാണാനുണ്ട്. മഴ ഉണ്ട് എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും എടുത്തു പറയേണ്ട. ദർശന പുണ്യം തേടി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിഥുൻ മുരളിയാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറി. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾ മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല. സഖ്യത്തിന് ഒപ്പമില്ലെന്ന് ആം ആദ്മി പാർട്ടി. നാളെ വൈകിട്ട് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപനുണ്ട്. നന്ദഗോപൻ, ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് ഇന്ത്യ മുന്നണി, ഒടുവിൽ പൊട്ടിത്തെറിയാണ്. രാഹി, പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത്. ആദ്യഘട്ടത്തിൽ യോഗം ഉപേക്ഷിച്ചതായിരുന്നു. എന്നാൽ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. CPM-ഉം CPI-യും അടക്കം പരസ്യ വിമർശനങ്ങളൊക്കെ എത്തിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഇത്തരമൊരു യോഗം ചേർന്നില്ലെങ്കിൽ അത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ ബാധിക്കുമെന്ന തരത്തിലുള്ള പ്രചരണം പോലും CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ളൊരു യോഗം വേണ്ട, ഓൺലൈനായിട്ട് യോഗം ചേർന്നാൽ മതി എന്നുള്ള തീരുമാനവും നാളെ വൈകിട്ട് യോഗം ചേരുവാൻ തീരുമാനിച്ചിരുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല, പാർട്ടി പരിപാടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കാത്തത്. അതേസമയം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുകയാണ്. CPM-ഉം അതേപോലെ തന്നെ കോൺഗ്രസുമായ ഒരു സഖ്യവും വേണ്ട എന്ന് തൃണമൂൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മറ്റ് ചില പാർട്ടികളും ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി നന്ദൻ, ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറിയെന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത്. എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. 5 പതിറ്റാണ്ടായി ഡൽഹിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സേവനം നൽകി വരികയാണ് കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലുള്ള വികാസ് പുരി കേരള സ്കൂൾ. മികച്ച വിദ്യാഭ്യാസവും പാഠ്യേതര വിഷയങ്ങളിൽ നൽകുന്ന പരിശീലനവും വികാസ് പുരി കേരള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് മികച്ച ഭാവി മാത്രമല്ല, രാഷ്ട്രത്തിന് ഉത്തമ പൗരന്മാരെ കൂടിയാണ്. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളിലും സമ്മേളനങ്ങളിലും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സിനിമാ രംഗത്തെ പ്രമുഖർ ഭാഗമാകും. തിന്മയൊക്കെയും മാറ്റി ശുദ്ധമാക്കി തരണമേ. ആയിരത്തി 1975 പശ്ചിമ ഡൽഹിയിലെ വികാസ്പുരിയിൽ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ 3.3 ഏക്കർ ഭൂമിയിൽ ആരംഭിച്ച ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് രാജ്യതലസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്ന് എന്ന പടവുകൾ താണ്ടി അംഗീകാരങ്ങളുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്നു. ദീർഘവീക്ഷണമുള്ള മാനേജ്മെന്റിന്റെ കരുത്തിലാണ് വികാസ്പുരിയിലെ കേരള സ്കൂൾ വളർന്നതും പന്തലിച്ചതും. The transformation of this great institution is the result of determination, dedication and devotion of the founders, followed by dedicated teachers who work here
without any expectations. Even the school at that time was not recognized. All these things we subsequently achieved. മലയാള ഭാഷ നിർബന്ധിത വിഷയമായി പഠിപ്പിക്കുന്നതിനാൽ മറുനാട്ടിലാണെങ്കിൽ കൂടിയും ഹരിശ്രീ കുറിച്ച നാവുകൾക്ക് പൈതൃകവും സാഹിത്യവും അന്യമാകുന്നില്ല. പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന വികാസ്പുരി കേരള സ്കൂളിനെ തേടി നിരവധി അംഗീകാരങ്ങളുമെത്തി. ഇന്ന് ഡൽഹിയിലെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും പ്രത്യേകിച്ച് പബ്ലിക് സ്കൂളിൻ്റെ നിലവാരത്തിലും മേളിൽ ഉയർന്ന് വികാസ്പുരി കേരള സ്കൂളിൻ്റെ പേര് വളരെ അഭിമാനമായിട്ട് മുൻനിരയിൽ തന്നെയുണ്ട്. ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും നല്ല എക്സലൻസ് അവാർഡ് വാങ്ങുകയും ഗ്രീൻ അവാർഡ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ കരസ്ഥമാക്കുകയും ഈ കഴിഞ്ഞ 50 വർഷവും 100% വിജയം കൈവരിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രയാണം തുടരുകയാണ്. മുന്നൂറ് വിദ്യാർത്ഥികളിൽ നിന്നും ആരംഭിച്ച വികാസ്പുരി കേരള സ്കൂളിൽ ഇന്ന് 1400-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. പരീക്ഷാ പേ ചർച്ച എന്നുള്ള പ്രോഗ്രാമിൻ്റെ 8th എഡിഷനിൽ ആകാൻഷ അശോക് ആ കുട്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്തതാണ്. നാഷണൽ ഒളിമ്പ്യാഡ് നടത്തുന്ന മാത്സ് ഒളിമ്പ്യാഡിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയം കരസ്ഥമാക്കിയതിനുള്ള ട്രോഫിയും നമ്മൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 2 തരത്തിലുള്ള സയൻസ്, ഫിസിക്സ് ആൻഡ് ബയോളജി ഈ 2 വിഭാഗങ്ങളിലും നടത്തിയ എക്സിബിഷനിൽ സ്റ്റേറ്റ് ലെവലിൽ കേരള സ്കൂൾ വികാസ്പുരിയാണ് വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലും എവറി ഇയർ നമ്മുടെ സ്കൂളിൽ ഫുട്ബോളിനും ഖോഖോയ്ക്കും നമ്മുടെ സ്കൂൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പങ്കെടുക്കുകയും വിജയ നിലവാരം ഉറപ്പാക്കാറും ഉണ്ട്. നാളെ മുതൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യ അതിഥിയാകും. മറ്റന്നാൾ നടക്കുന്ന സുവർണ ജൂബിലി സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക അതിഥിയായി ധ്യാൻ ശ്രീനിവാസൻ പങ്കെടുക്കും. KH ഹരിശങ്കർ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഇവന്റും ആഘോഷങ്ങൾക്ക് മാറ്റേകും. ജനം, ഡൽഹി. ഇന്ന് നമ്മുടെ ക്യാമറ അസിസ്റ്റന്റ് പ്രിയദർശന്റെ ജന്മദിനമാണ്. ജനം TV കുടുംബത്തിന്റെ പിറന്നാൾ ആശംസകൾ. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ലൈവ് റിപ്പോർട്ട്സിൽ വിഷ്ണു എത്തും. നമസ്തേ.